ഹരി ഓം. രാമായണം ഒരു പഠനം രണ്ടാം ഭാഗത്തിലേക്ക് എല്ലാ സാധുക്കർക്കും സ്വാഗതം. അശോകൻജി, നമ്മൾ രാമായണത്തിൻ്റെ ആഴങ്ങളിലേക്ക് വീണ്ടും ഇറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പം രാമായണത്തിലെ കഥാപാത്രമായ ദശരഥ മഹാരാജാവ് ശ്രീരാമചന്ദ്രൻ്റെ പിതാവായിട്ടുണ്ട്. അദ്ദേഹത്തെ നമുക്കറിയാം. ദശരഥൻ 10 ദിക്കിലും ധീരമായിട്ട് രഥം ഓടിച്ചു പോയ ആ ഒരു കഴിവുള്ള ഒരു വ്യക്തിത്വം, അത് ധീരനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നിയായിട്ടുള്ള കൈകേയിക്ക് 2 വരം കൊടുത്തതിന് ശേഷം പിന്നീട് നമ്മൾ അദ്ദേഹത്തെ കാണുന്നത് ഒരു അശക്തനായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ്. അങ്ങയുടെ അഭിപ്രായത്തിൽ എന്തായിരിക്കാം അതിനുള്ള കാരണം? രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദേ നമ. എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും നമസ്കാരം. ഇത് രാമായണത്തിൻ്റെ 2ാം ഭാഗമാണ്. അങ്ങയുടെ ചോദ്യം ഒരു ഉന്നത നിലവാരത്തിലുള്ളതാണ്. ആ ചോദ്യത്തിൽ അങ്ങൊരു ശബ്ദം പ്രയോഗിച്ചു, ധർമ്മപത്നിയായ കൈകേയി. അപ്പോൾ ധർമ്മപത്നി എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, ഭർത്താവിൻ്റെ ഇംഗിതമനുസരിച്ച് പ്രവർത്തിക്കുന്ന ഭാര്യ. അതായത് ഇംഗിതമനുസരിച്ചെന്ന് പറയുമ്പോൾ ഭർത്താവിൻ്റെ മനസ്സിലുള്ള കാര്യം നേരത്തെ അറിഞ്ഞ് പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു ഭാര്യ. അങ്ങനത്തെ ഭാര്യയാണ് ധർമ്മപത്നി എന്ന് പറയുന്നത്. ഇവിടെ അങ്ങ് പറഞ്ഞു കൈകേയി ധർമ്മപത്നിയാണെന്ന്. പക്ഷേ ഭർത്താവിൻ്റെ മനസ്സിനെ അവർ തിരിച്ചറിഞ്ഞില്ല. നമ്മൾ കഴിഞ്ഞ സത്സംഗത്തിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നൊരു കാര്യമാണ് ബുദ്ധിയെക്കുറിച്ചുള്ള. ബുദ്ധിക്ക് ചില സമയത്ത് ഭ്രമം വന്നാൽ എന്ത് സംഭവിക്കും? ഇവിടെ കൈകേയി വളരെ മനസാന്നിധ്യമുള്ള ആദർശയായ ധീരവനിതയായ ഒരു കഥാപാത്രമാണ്. എന്തുകൊണ്ടാണെന്നറിഞ്ഞില്ല, പിൽക്കാല സാഹിത്യകാരന്മാരെല്ലാം തന്നെ അവരെ കൈയൊഴിഞ്ഞു കളഞ്ഞു. എന്നുവെച്ചാൽ ദുഷ്ടകഥാപാത്രമാക്കി കളഞ്ഞു. ഇപ്പോഴും കൈകേയിയിൽ നമുക്ക് ദുഷ്ടത കാണാൻ കഴിയില്ല. അങ്ങയുടെ ചോദ്യത്തിൽ തന്നെ ദുഷ്ടത ഇല്ലല്ലോ. ധർമ്മപത്നി എന്ന് പറയുമ്പോൾ തന്നെ അവരിൽ ദുഷ്ടത ഇല്ലല്ലോ. നമ്മൾ ഈ കൈകേയിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മുടേതായ വ്യക്തിത്വങ്ങളെ നശിപ്പിക്കാൻ ചില ഛിദ്രശക്തികൾക്കോ അധമശക്തികൾക്കോ അധാർമിക ശക്തികൾക്കോ കഴിയും. ഒരു വളരെ നല്ല രീതിയിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബത്തിലേക്ക് മൂന്നാമതൊരാൾ വന്ന് നുഴഞ്ഞു കയറി അവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ കഴിവുള്ള ഒരൊറ്റ വിഭാഗം മാത്രമേ സമൂഹത്തിലുള്ളൂ. അതാണ് മനുഷ്യവിഭാഗം. ആ മനുഷ്യവിഭാഗം ഇന്നും അങ്ങനെ തന്നെയാണ്, അന്നും അങ്ങനെ തന്നെയാണ്. ഈ രാമായണ മാസത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട, ഇവിടെ ഇരിക്കുന്ന ഈ പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മുടെ മനസ്സിനെ ഭ്രമിപ്പിച്ച് തമ്മിലടിപ്പിക്കാൻ വരുന്ന ശക്തികളെ തിരിച്ചറിയുക. ഇതാണ് രാമായണത്തിൻ്റെ ഏറ്റവും വലിയ സന്ദേശമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലരെങ്കിലും പറയും അതല്ല, രാമായണത്തിൻ്റെ ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത് സത്യം, ദയ, നീതി എന്നൊക്കെ പറഞ്ഞ ഒരു വലിയ വാക്യം പറയും. ഒരു കാവ്യത്തിൻ്റെ സന്ദേശം എന്താണെന്ന് അത് ഏത് രീതിയിലാണോ നമ്മൾ കാണുന്നത്, ആ കാവ്യത്തെ ഏത് രീതിയിലാണോ കാണുന്നത് ആ രീതിയായിരിക്കും. എൻ്റെ കാഴ്ചപ്പാടായിരിക്കില്ല അങ്ങയുടെ കാഴ്ചപ്പാട്. നമ്മൾ രണ്ടുപേരുടെയും കാഴ്ചപ്പാടായിരിക്കില്ല മുന്നിലിരിക്കുന്ന ഏതെങ്കിലും ഒരു ശ്രോതാവിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത്.
അപ്പോൾ ഇന്നലെ വരെ ഒരുപക്ഷെ ഞാൻ പറയും രാമായണത്തിലെ ഏറ്റവും വലിയ സന്ദേശമെന്ന് പറയുന്നത് പ്രജാഹിതമനുസരിച്ച് ഭരണം നടത്തുക, ജനതയുടെ ഇംഗിതമനുസരിച്ച് ഭരണം നടത്തുക. ഇന്നായപ്പോൾ ആ അഭിപ്രായത്തോട് അങ്ങയുടെ ചോദ്യം കേട്ടപ്പോഴത്തേക്കും അതിൻ്റെ സന്ദേശം, അതിൻ്റെ മഹത്വത്തിൽ നിന്ന് ഞാൻ മാറി. ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന ഇതാണ്: അന്യരുടെ വാക്ക് കേട്ട് പ്രവർത്തിക്കാതിരിക്കുക, സ്വന്തം ബുദ്ധി കൊണ്ട് വിവേകത്തോടെ ചിന്തിക്കുക. ഇവിടെ എത്ര നല്ല വ്യക്തികളായിരുന്നാലും ചില സാഹചര്യത്തിൽ ചില വ്യക്തികളുടെ വിവേകം നഷ്ടപ്പെടും. അങ്ങനെ വിവേകം നഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് കൈകേയി. പക്ഷേ ഒരു യുദ്ധക്കളത്തിൽ രഥചക്രം ഊരിപ്പോയപ്പോൾ തൻ്റെ ചൂണ്ട് വിരൽ അതിന് ഊരിപ്പോകാതിരിക്കാൻ വേണ്ടി ആപ്പായിട്ട് നൽകി, അത് ഇങ്ങനെ കറങ്ങി കൈ ഒടിയുന്ന രീതിയിലായിട്ട് പോലും അവരുടെ മനോശക്തി കുറഞ്ഞില്ല. ഒരിക്കൽ പോലും കരഞ്ഞില്ല. ഒരിക്കലെങ്കിലും കരഞ്ഞിരുന്നുവെങ്കിൽ ആ യുദ്ധത്തിൽ ദശരഥ മഹാരാജാവ് പരാജയപ്പെടുമായിരുന്നു. അത്ര ധീരമായ വനിതയെ ഒരു വീട്ടിലെ ദാസ്യവേല ചെയ്യുന്ന ഒരു സ്ത്രീക്ക്, അതായത് മന്ധരയ്ക്ക് അവരെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞു. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇത്തരത്തിലുള്ള വ്യക്തികളിൽ നിന്ന് നമ്മൾ എപ്പോഴും അകന്ന് കഴിയണം. ഇവിടെ രാമൻ എന്ന് പറയുന്ന വ്യക്തിത്വം അദ്ദേഹത്തിൻ്റെ അമ്മയേക്കാൾ അല്ലെങ്കിൽ അമ്മയേക്കാൾ ഉപരി അമ്മയായി കരുതിയിരുന്നതാണ് നമ്മുടെ കൈകേയി. തൻ്റെ മകൻ ഭരതനേക്കാൾ ഉപരിയായി കൈകേയി സ്നേഹിച്ചിരുന്നത് രാമനെയുമാണ്. ഭരതൻ രാജാവായാൽ പോലും രാമന് ഏതൊരു ബുദ്ധിമുട്ടുമില്ല, ഈ ബന്ധത്തിനൊരു കോട്ടവും വരില്ല. കൈകേയി വിളിച്ച് പറഞ്ഞാൽ മതി, മക്കളെ എങ്ങനെയാണ് എൻ്റെ മോനൊന്ന് രാജാവായിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞാൽ തന്നെ രാമൻ കേൾക്കുന്ന അവസ്ഥയിലാണ്. പക്ഷെ ഇവിടെ മന്ധര എന്ന് പറയുന്ന സ്ത്രീ ഇവരെ വളരെ മനഃശാസ്ത്രപരമായ രീതിയിൽ ഏറ്റവും വലിയ മനഃശാസ്ത്രം അറിയാമെന്നുള്ളത് ഈ നുണ പറയുന്ന വ്യക്തികൾക്കാണ്. നുണ പറയുന്ന വ്യക്തിക്ക് വലിയ മനഃശാസ്ത്രങ്ങൾ അറിയാം. അവരെവിടെ നിന്നാണ് ഈ മനഃശാസ്ത്രം പഠിക്കുന്നതെന്നറിയില്ല. മനഃശാസ്ത്രപരമായിട്ട് ആദ്യം വന്ന് ഇടപെടുകയാണ്. പുറത്ത് പോയിട്ട് വരുന്നു, വളരെ ദുഃഖത്തോടെ ഇരിക്കുന്നു. എന്താണ് കാര്യമെന്ന് ചോദിക്കുന്നു. ഞാൻ വളരെ ചുരുക്കി പറയാം. എന്താണ് കാര്യമെന്ന് കൈകേയി വന്ന് ചോദിക്കുന്നു. നീയൊന്നും അറിഞ്ഞില്ലേ? നിൻ്റെ അധപതനം തൊട്ട് മുന്നേ വന്നിട്ട് നീ അറിഞ്ഞില്ലേ? എന്നെ എന്തിനാണ് നിന്നോടൊത്ത് നിൻ്റെ അച്ഛൻ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്? നിൻ്റെ കാര്യങ്ങൾ എല്ലാം ഭംഗിയായി നോക്കാൻ വേണ്ടിയാണ്, ഞാൻ അത് മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഓരോ പോയിന്റുകളിലൂടെയും കൊണ്ടുവന്ന് അവസാനം മന്ധരയുടെ ആജ്ഞാനുവർത്തിയാക്കി തീർക്കുന്നു കൈകേയിയെ. ഇത്ര കഴിവ് ഒരു വേലക്കാരിക്ക് ഇത്ര കഴിവുണ്ടോ എന്നുള്ളതാണ്. ആജ്ഞാനുവർത്തിയാക്കി തീർക്കുന്നു. അവിടെ പണ്ടത്തെ കാര്യം ഓർമ്മപ്പെടുത്തി കൊടുക്കുന്നു. കൈകേയി അതൊക്കെ മറന്നു. ആധുനിക കാലത്ത് സ്ത്രീകളാണെങ്കിൽ അതൊന്നും മറക്കൂല. നാളെ ഒരു 5 പവൻ്റെ മാല വാങ്ങിച്ച് തരാമെന്ന് പറഞ്ഞാൽ 25 വർഷം കഴിഞ്ഞാലും ഞാനിപ്പോൾ എൻ്റെ ഭാര്യയോട് പറയാണ്, ഞാൻ നിനക്ക് ഒരു 5 പവൻ്റെ 2 കൊലുസ് വാങ്ങിത്തരാം. ഇതൊരു 25 വർഷം കഴിഞ്ഞാൽ എൻ്റെ ഭാര്യ, എൻ്റെ സഹയാത്രിക മറക്കില്ല. അപ്പോൾ അതാണ് സ്ഥിതി. പക്ഷെ ഈ കൈകേയി ഇതൊക്കെ മറന്നു. 2 വരം കൊടുക്കാമെന്ന് പറഞ്ഞതെല്ലാം മറന്നു. അപ്പോൾ ആ 2 വരത്തെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോഴും കൈകേയി പറയാണ്, ഞാൻ 1 വരം ചോദിക്കാം, ഇത്രയൊക്കെ മാറ്റിയിട്ട് ഞാൻ 1 വരം ചോദിക്കാം, ആദ്യത്തേത് മാത്രം ചോദിക്കാം, രണ്ടാമത് ചോദിക്കാൻ എന്നെക്കൊണ്ട് കഴിയില്ല. വീണ്ടും മന്ധര അവരെ പറഞ്ഞ് അതിലേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെ 2 വരവും ചോദിക്കുന്നു. ഈ 2 വരം ചോദിക്കുമ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ചിലരൊക്കെ പറയുന്നുണ്ട് വൃദ്ധന് യുവതിയായ ഭാര്യ പാടില്ല, അതുകൊണ്ടാണ് ദശരഥൻ തളർന്നു പോയത്. കൈകേയിക്ക് വളരെ പ്രായം കുറവാണ്. അവർ തമ്മിൽ ഒരു 30 വയസ്സിൻ്റെ അന്തരമെങ്കിലും വരും. പണ്ട് അങ്ങനെയൊക്കെ ആയിരുന്നു വിവാഹം. അപ്പോൾ വൃദ്ധന്മാർ യുവതികളെ വിവാഹം കഴിക്കാൻ പാടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. അതൊന്നുമല്ല. ഇവിടെ ഈ ദശരഥ മഹാരാജാവിനെ ഇത്രത്തോളം അദ്ദേഹം തളർന്നു പോകാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് ഇന്നത്തെ ഭരണകർത്താക്കളെ പോലെയല്ല അന്നത്തെ ഭരണകർത്താവ്.
ഇന്ന് ഒരു ഭരണകർത്താവ് ഭരണത്തിന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അടുത്ത ഇലക്ഷന് എന്തും ചെയ്ത് അധികാരത്തിൽ കയറും. അത് നമ്മുടെ നാട്ടിലായാലും ശരി തന്നെ, ഇന്ത്യക്ക് പുറത്തായാലും ശരി തന്നെ, ഇന്ത്യക്ക് അകത്തായാലും ശരി തന്നെ, എന്തും ചെയ്ത് ഭരണത്തിൽ കയറും. ശത്രുവിനെ ഏത് രീതിയിലും തേജോവധം ചെയ്യും. ഇലക്ഷനൊക്കെ എന്ത് മാത്രം നമ്മൾ തേജോവധങ്ങൾ കാണിക്കുന്നു. പക്ഷെ അന്നത്തെ ഭരണകർത്താവ് എന്ന് വെച്ചാൽ തനിക്ക് ശേഷം വരുന്ന ഭരണകർത്താവ് ജനഹിതമനുസരിച്ച് ഭരണം നടത്തുന്ന വ്യക്തിയായിരിക്കണം. ഇദ്ദേഹം നോക്കിയപ്പോൾ തൻ്റെ 4 മക്കളിൽ ജനഹിതമനുസരിച്ച് ഭരണം നടത്താൻ ഒരാളിന് മാത്രമേ ശക്തിയുള്ളൂ. അത് ശ്രീരാമനാണ്. ആ രാമനെ ഭരണം ഏൽപ്പിക്കാനാണ് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത്. ആ രാമന് ഭരണം കൊടുക്കാൻ അദ്ദേഹം തയ്യാറായപ്പോഴാണ് പറയുന്നത് 14 വർഷത്തേക്ക് കാട്ടിലേക്ക് അയക്കണം. ആ ശിക്ഷയിലാണ്, അങ്ങനൊരു ശിക്ഷ കൊടുക്കേണ്ടിയും വന്നു. കൊടുത്തതോടുകൂടിയാണ് അദ്ദേഹം തളർന്നു പോകുന്നത്. ആ തളർച്ചയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പുത്രസ്നേഹമെന്ന് പറയാൻ പറ്റില്ല. അവിടെ കൈകേയി കാണിച്ചത് പുത്രസ്നേഹം. പക്ഷെ ദശരഥന് രാമന് ഭരണം കൊടുക്കാൻ പറ്റാത്ത ആ പുത്രസ്നേഹമല്ല, രാജ്യമേ നശിച്ചു പോകും. രാജ്യത്തിന് നല്ലൊരു സംരക്ഷകൻ ഇല്ലാതെയാകും. അങ്ങനെയാണ് ദശരഥൻ തളർന്നു പോകുന്നത്. അല്ലാതെ പുത്രസ്നേഹം കൊണ്ടോ ഭാര്യ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത് കൊണ്ടോ അല്ല. ഇപ്പം നമ്മുടെ മനസ്സിൽ ഈ രാമായണ മാസത്തിൽ ഉണ്ടാകേണ്ടത് ഇതുപോലുള്ള മന്ധരയെപ്പോലുള്ള ഈ ചിത്രശക്തികളെ, അതായത് നമുക്ക് വേണമെങ്കിൽ കൊളോക്കിയൽ ലാംഗ്വേജിൽ നുണച്ചി എന്ന ഇങ്ങനെയുള്ള വ്യക്തിത്വങ്ങളെ, വ്യക്തിത്വമൊന്നും പറയാൻ പറ്റില്ലല്ലേ, വ്യക്തികളെ ജീവിതത്തിൽ നിന്നും സദാ അകറ്റി നിർത്തുക. ഒരു നിശ്ചിത അകലം പാലിക്കണം, അകറ്റി നിർത്തുക. അതാണ് ഈ മാസത്തിലെ ഏറ്റവും വലിയ സന്ദേശമായിട്ട് പറയാനുള്ളത്. ചിലപ്പോൾ നമുക്ക് വേറൊരു രീതിയിലൂടെ നോക്കുകയാണെങ്കിൽ ഇപ്പം ആ മന്ധര എന്ന് പറയുന്ന ആ വ്യക്തിയെ നമ്മുടെ തന്നെ മനസ്സിൻ്റെ വാസനകളായിട്ട് എടുത്താൽ അതും നമ്മളെ ഇതുപോലെ തളർത്തും എന്ന് നമുക്ക് ചിന്തിച്ചുകൂടെ? തീർച്ചയായിട്ടും. ആ മന്ധര എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ മനസ്സിൽ, നമ്മളുടെ ഓരോ ഭാരതീയൻ്റെയും അല്ലെങ്കിൽ ഓരോ മനുഷ്യരുടെയും മനസ്സിലുള്ള വ്യക്തി തന്നെയാണ്. അതിനെ ഉണർത്തിയെടുത്താൽ അങ്ങ് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിലും പരാജയം സംഭവിക്കാം. അപ്പം നമ്മുടെ മന്ധരയെ പോലുള്ള വ്യക്തികൾ വരാതിരിക്കാൻ വേണ്ടി വിവേകവും ബുദ്ധിയും ഉപയോഗിക്കണം. രാമായണം കഥ പൂർണ്ണമായിട്ട് നോക്കുകയാണെങ്കിൽ അവസാനം ശ്രീരാമചന്ദ്രൻ രാവണനെ തോൽപ്പിക്കുന്നു, യുദ്ധത്തിൽ തോൽപ്പിക്കുന്നു, സീതാദേവിയെ വീണ്ടെടുക്കുന്നു. ഒട്ടേറെ ത്യാഗങ്ങളും കഷ്ടതകളും സഹിച്ച് ആണ് ധീരമായിട്ട് ശ്രീരാമചന്ദ്രൻ അത് നേടിയെടുത്തത്, വീണ്ടും ധർമ്മപത്നിയെ നേടിയെടുത്തത്. കാരണം അദ്ദേഹത്തിൻ്റെ ആദർശങ്ങൾ നമുക്കറിയാം. ഒരു ആദർശ പുരുഷനാണ് ശ്രീരാമചന്ദ്രൻ എന്ന് പറയുന്നത്. ഇത്രയും കഷ്ടപ്പെട്ട് സ്വന്തമാക്കിയ സീതാദേവിയെ അദ്ദേഹം എന്തിനുപേക്ഷിച്ചു? എന്തിനെ ഉപേക്ഷിച്ചു എന്ന് ആ ചോദ്യത്തിൽ അങ്ങയുടെ മുഖം ചിരിക്കുന്നുണ്ടെങ്കിലും ആ മനസ്സിലുള്ള രോഷം ഞാൻ കാണുന്നുണ്ട്. ഇതിന് 2 ഉത്തരമുണ്ട്. ആദ്യത്തെ ഉത്തരം പറഞ്ഞിട്ട് അത് ശരിയാണോ തെറ്റാണോ, ഉത്തരം ശരിയാണോ തെറ്റാണോ എന്നല്ല, ഇങ്ങനൊരു സംഭവം ഉണ്ടായോ ഇല്ലേ എന്ന് നമുക്കൊന്ന് പരിശോധിക്കണം. ആദ്യ ഉത്തരം ഇതാണ്: ലോകത്തിലെ ഭരണകർത്താക്കളിൽ ഏറ്റവും ശ്രേഷ്ഠനായ ഒരു വ്യക്തിയാണ് ശ്രീരാമചന്ദ്രൻ. അദ്ദേഹം സൂര്യഭഗവാനെ പോലെ തേജസ്സുള്ളവനും, സൂര്യഭഗവാൻ ഈ ലോകത്തുള്ള എല്ലാവർക്കും പ്രകാശം കൊടുക്കുന്നത് പോലെ ധനസമ്പത്ത് കൊടുക്കാനും അത്തരത്തിലുള്ള ഭരണം നടത്തിയ ഒരു വ്യക്തിയാണ് ശ്രീരാമൻ. ആ ശ്രീരാമന് അല്ലെങ്കിൽ നല്ല ഭരണം നടത്തുന്ന വ്യക്തികൾക്ക് ഭാര്യ, മക്കള്, അമ്മ, അച്ഛൻ ഇതൊന്നും അവരുടെ ജീവിതത്തെ ബാധിക്കില്ല.
ഭാര്യ നല്ലൊരു ഭരണകർത്താവിന് ഭാര്യയെ സ്നേഹിക്കാൻ കഴിയില്ല, ഒരിക്കലും കഴിയില്ല. നല്ലൊരു ഭരണകർത്താവിന് മകളെ സ്നേഹിക്കാൻ കഴിയില്ല, മകനെ സ്നേഹിക്കാൻ കഴിയില്ല. ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇവിടെ അദ്ദേഹത്തിൻ്റെ ഭരണം നല്ലതാണ്. ആ നല്ല ഭരണം നടന്നുകൊണ്ടിരിക്കെ തന്നെ നാട്ടുകാർ പറയുകയാണ് സീത മറ്റൊരാളിൻ്റെ കുഞ്ഞുങ്ങളെയാണ് പ്രസവിച്ചത്. ഒരു തുണിയലക്കുകാരൻ, അതായത് മണ്ണാർ സമുദായം അങ്ങനെ എന്തോ ആണ്, തുണിയലക്കുകാരനാണ് ഈ കാര്യം പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് രാമൻ്റെ ചെവിയിൽ അറിയുന്നത്? അത് നമ്മൾ ശ്രദ്ധിക്കണം. രാമൻ തൻ്റെ നാട്ടിലെ പ്രജകൾ സുഖലോലുപരായിട്ട് കഴിയുകയാണോ എന്ന് പറഞ്ഞിട്ട് രാത്രിയിൽ രഹസ്യ പോലീസിനെ വിട്ടിട്ടുണ്ട്. അതായത് രഹസ്യ പോലീസ് എന്ന് പറയാൻ പറ്റില്ല, രഹസ്യങ്ങൾ ചോർത്താൻ വേണ്ടി ചാരന്മാരെന്നും പറയാൻ പറ്റില്ല. ജനങ്ങളുടെ സ്ഥിതി അറിയാൻ വേണ്ടി കുറച്ച് ആൾക്കാരെ നിയോഗിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരുക്കെ അതിലുള്ള ഒരു ഉദ്യോഗസ്ഥനൊരുക്കെ നടക്കുമ്പോഴാണ് ഒരു വീട്ടിലെ ഭാര്യയും ഭർത്താവും കൂടെ പിണങ്ങുന്നു. ആ സ്ത്രീ കഴിഞ്ഞ ദിവസം വീട്ടിലില്ലായിരുന്നു, നീ എവിടെയെങ്കിലും പോയിട്ട് വന്നു കഴിഞ്ഞാൽ വീട്ടിൽ കയറ്റാൻ വേണ്ടി ഞാൻ ശ്രീരാമചന്ദ്രനൊന്നും അല്ല എന്ന് പറയുന്നത്. ഇത്ര മാത്രമേ ശ്രീരാമൻ്റെ ചെവിയിലെത്തിയുള്ളൂ. അപ്പോൾ പ്രജയാണത്. ഒരു വീടായാലും ഒരു പ്രജയാണ് പറഞ്ഞത്. ആ പറഞ്ഞ സാഹചര്യത്തിൽ ഇനി ഞാൻ ഭാര്യയെ ഇവിടെ നിർത്തിയിരിക്കുന്നതിൽ കാര്യമില്ല, അവളെ മറ്റെങ്ങോട്ടെങ്കിലും അയക്കണം. അതാണ് എൻ്റെ ധർമ്മപത്നി. ഇനി പ്രജകൾക്ക് ഇഷ്ടമില്ല, ഞാൻ ഒരു ഭരണകർത്താവാണ്, ശ്രീരാമചന്ദ്രൻ എന്ന് പറയുന്ന ഞാൻ ഒരു ഭരണകർത്താവാണ്, ഇനി അവരെ നിർത്തിയിട്ട് ഏതൊരു കാര്യവുമില്ല, അതുകൊണ്ട് അവരെ പുറത്തേക്ക് തന്നെ അയക്കണം എന്ന് തീരുമാനമെടുക്കുകയും ലക്ഷ്മണനോട് വനത്തിലേക്ക് ഉപേക്ഷിക്കാൻ പറയുന്നതും ലക്ഷ്മണനോട് നമ്മുടെ വാൽമീകിയുടെ ആശ്രമത്തിന് സമീപത്തുകൊണ്ട് ആക്കുന്നതുമൊക്കെ ഈ കഥയെല്ലാം ഉള്ളത് ഇതിൻ്റെ ഉത്തര ഭാഗത്താണ്, അതായത് ഉത്തരകാണ്ഡത്തിലാണ്. ഉത്തരകാണ്ഡം ശ്രദ്ധിക്കുക, ഉത്തരകാണ്ഡം അവസാനത്തെ കാണ്ഡത്തെയാണ് ഉത്തരകാണ്ഡം എന്ന് പറയുന്നത്. അപ്പോൾ ചോദ്യത്തിന് അങ്ങേക്ക് ഉത്തരം കിട്ടിയല്ലോ. എന്താണ്? നല്ലൊരു ഭരണകർത്താവിന് ഭാര്യയെന്നോ മക്കളെന്നോ ഒന്നും ചിന്തിക്കാൻ പാടില്ല, ജനഹിതം അനുസരിച്ച്. ജനഹിതം അതാണ്. അപ്പോൾ ഭാര്യ വേണ്ടെന്ന് വെച്ചു. പക്ഷേ ആ വ്യക്തി സ്വയം ഒരുപാട് ദുഃഖിച്ചു, വളരെയധികം ദുഃഖിച്ചു. അതിന് ആദ്യകാല ഉത്തരം റെഡിയായി. ഇനി ഇതിന് രണ്ടാമതൊരു വശമുള്ളത് എന്നുവെച്ചാൽ താങ്കൾ ചോദിച്ചതിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ശ്രീരാമൻ സീതയെ പീഡിപ്പിച്ചില്ലേ, ദുഃഖിപ്പിച്ചില്ലേ? ഇത് ശരിയാണോ എന്നതാണ് അത് ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ശ്രോതാക്കളായ സ്ത്രീ പ്രേക്ഷകരുടെ മനസ്സിൽ ഇപ്പോഴും അങ്ങനെ ഒരു ചിന്താഗതിയുണ്ട്. ഇത്രയും നല്ലൊരു രാമൻ എന്തിനാണ് ചെയ്തത്, ഇങ്ങനെ ചെയ്തത് എന്നുണ്ട്. അപ്പോൾ അതിന് ആദ്യം ഒരു ഉത്തരം പറഞ്ഞു, ചെയ്തതിൻ്റെ സാഹചര്യം പറഞ്ഞു. ഇനി രണ്ടാമത്തെ ഉത്തരത്തിലേക്ക് പോകുമ്പോൾ ഒരു കഥ അല്ലെങ്കിൽ ഒരു സംഭവം, ആ സംഭവത്തിന് 3 ഭാഗങ്ങളുണ്ടാകും. പ്രാരംഭം, മധ്യഭാഗം, സമാപനം. ഒരു ചെറിയ രീതിയിൽ കഥ ആരംഭം കുറിക്കുന്നു, വിശാലമായ രീതിയിൽ മധ്യഭാഗം വരുന്നു, പെട്ടെന്ന് സമാപിക്കുന്നു. ഇവിടെ അയോധ്യാകാന്ഡം തൊട്ട് താങ്കളൊന്ന് നോക്കണം. വിവാഹവും അതുപോലെ മറ്റുള്ള കാര്യം കഥ പ്രാരംഭാവസ്ഥയിലാണ്, വികസിക്കുന്നു. യുദ്ധമൊക്കെ വന്നപ്പോൾ വികാസത്തിൻ്റെ അങ്ങറ്റമായി. അപ്പം ലങ്കാകാന്ഡത്തോടുകൂടി അവിടെ വീണ്ടെടുത്തു, സീതയെ വീണ്ടെടുത്തു. അവർ സസുഖം വന്ന് ഇവിടെ വസിക്കാനും രാജഭരണം ഏറ്റെടുക്കാനും തുടങ്ങി. അതോടെ ആ കഥ അവിടെ തീരുകയാണ്. കഥ ഇവിടെ തീർന്നു. ഇനി ഇതിന് മറ്റൊരു ഭാഗം ഇല്ല. സിനിമയല്ലല്ലോ ഇതിന് രണ്ടാം ഭാഗം എടുക്കാൻ. മമ്മൂട്ടിയുടെ മോഹൻലാലിൻ്റെ സിനിമയായിരുന്നുവെങ്കിൽ, ജനപ്രീതി നേടിയ സിനിമയാണെങ്കിൽ ഒരു രണ്ടാം ഭാഗം, അതേപോലെ ഇപ്പോൾ എന്തോ മോഹൻലാലിൻ്റെ എന്തോ ഒരു സിനിമ എടുത്തല്ലോ, ജനപ്രീതി നേടുമ്പോൾ അതിനൊരു രണ്ടാം ഭാഗം കൂടെ എടുക്കും. എത്ര സിനിമയ്ക്ക് നമ്മളിവിടെ രണ്ടാം ഭാഗം എടുത്തിട്ടുണ്ടോ അത്രയും സിനിമയ്ക്ക് ആ സിനിമയ്ക്കകത്ത് ഒരു അരാജകത്വം ഉണ്ടാകും ഇല്ലേ? കിരീടം എന്ന് പറയുന്ന സിനിമയ്ക്ക് രണ്ടാം ഭാഗം എടുത്തു ചെങ്കോല്. അപ്പോഴത്തേക്കും ചെങ്കോൽ എന്ന സിനിമ എടുത്തപ്പോഴത്തേക്കും കിരീടത്തിൻ്റെ ആ മാസ്മരികത ജനത്തിൻ്റെ മനസ്സിൽ അങ്ങ് പോയി. ജനം പറഞ്ഞു കിരീടം എന്നുള്ള സിനിമയെ തന്നെ എന്ത് ചെയ്തു, നശിപ്പിച്ചു കളഞ്ഞു. ചെങ്കോൽ എന്ന് പറഞ്ഞു അതിന് രണ്ടാം ഭാഗം എടുത്തിട്ട. അതുപോലെ രാമായണത്തിന് ഒരു രണ്ടാം ഭാഗമാണ് ഉത്തരകാണ്ഡം.
അത് ഞാനിത് തെളിവ് ഉൾപ്പെടെ പറയാം. രാമായണം വാൽമീകി രചിച്ച രാമായണത്തിൽ പാഠഭേദങ്ങളുണ്ട്. പാഠഭേദം എന്ന് വെച്ചാൽ ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, നമ്മുടെ ആദ്യ സത്സംഗം, രാമായണത്തിൻ്റെ ആദ്യ സത്സംഗത്തിൽ തന്നെ പറഞ്ഞു, 1 കവി എഴുതും, 2 മറ്റേയാൾ നോക്കി എഴുതുമ്പം തെറ്റും. ഇവിടെ കവി പറഞ്ഞു, കേട്ട് പറഞ്ഞു വന്നപ്പോൾ അതിലൊരുപാട് മാറ്റങ്ങളുണ്ടായി. ഈ രാമായണം നടക്കുന്ന കാലഘട്ടം തന്നെ ഓർമ്മിക്കണം. അതായത് അന്ന് ഈ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഇങ്ങനെ തിരിച്ചൊന്നുമല്ല. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും അങ്ങ് സ്പെയിൻ വരെ വ്യാപിച്ച് കിടക്കുകയാണ്, ഇറാൻ, ഇറാഖ്, അതെല്ലാം ഈ ഉദീച്യം എന്ന് പറയുമ്പോൾ തന്നെ, ഉദീച്യം എന്താണ് ഞാൻ പിന്നാലെ പറയുന്നുണ്ട്, ഉദീച്യം എന്ന് പറയുമ്പോൾ തന്നെ അത് ഇന്നത്തെ ഉത്തരേന്ത്യക്ക് അപ്പുറത്താണ്. ഇന്നത്തെ ഉത്തരേന്ത്യക്ക് എവിടെ വരും? ദക്ഷിണ ഭാഗത്തായിട്ട് വരും. ഉൾക്കൊണ്ടല്ലോ. ഇന്ന് നമ്മൾ ഉത്തരേന്ത്യ എന്ന് പറയുന്നത് ദക്ഷിണേന്ത്യ, കാശ്മീരിനും അപ്പുറത്താണ് വടക്ക് എന്ന് മനസ്സിലാക്കണം. ഈ രാമായണത്തിന് 2 പാഠഭാഗങ്ങളുണ്ട്. ഒന്ന് ദാക്ഷിണാത്യ പാഠമെന്നും മറ്റൊന്ന് ഉദീച്യ പാഠമെന്നും. 2 പാഠം എന്ന് മനസ്സിലാവും. ദാക്ഷിണാത്യ രാമായണം എന്ന് പറഞ്ഞിട്ട് ഒരു രാമായണമുണ്ട്, ഉദീച്യ രാമായണം എന്ന് പറഞ്ഞിട്ട് ഒരു രാമായണമുണ്ട്. ഈ ദാക്ഷിണാത്യ രാമായണത്തിലുള്ള 3-ൽ 2 ഭാഗമേ ഉദീച്യ രാമായണത്തിലുള്ളൂ. ഉദീച്യ രാമായണത്തിലുള്ള 3-ൽ 2 ഭാഗമേ ദാക്ഷിണാത്യ രാമായണത്തിലുള്ളൂ. അപ്പോൾ ഇതിൽ ഓരോ ഭാഗമില്ലല്ലോ. ആ ഓരോ ഭാഗം 2-ലും വ്യത്യസ്തമാണ്. ഈ ദാക്ഷിണാത്യ പാഠം, അതായത് ദാക്ഷിണാത്യ രാമായണം ഇവിടെ പ്രസിദ്ധീകരിച്ചത് ഗുജറാത്തി പ്രിന്റിംഗ് പ്രസ്, ബോംബെ. ഗുജറാത്തി പ്രിന്റിംഗ് പ്രസ്, അത് ബോംബെയിലാണ്. ആ പ്രതി ലൈബ്രറികളിൽ ഉണ്ട്. ഇപ്പോൾ അതിൻ്റെ പ്രിന്റിംഗ് ഇല്ല. വളരെ വിപുലമായ ലൈബ്രറികൾ എവിടെയുണ്ടോ അവിടെ നമുക്ക് കിട്ടും. ഇനി ഉദീച്യ പാഠമുണ്ട്, വടക്കോട്ട് പോയി. ഉദീച്യം എന്ന് വെച്ചാൽ വടക്ക് ദിശ. മറ്റേ ദാക്ഷിണാത്യം എന്ന് പറഞ്ഞാൽ തെക്കെന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം, കാശ്മീരിന് ഇപ്പുറം. അതാണ് നേരത്തെ പറഞ്ഞ ഇന്നത്തെ ഇന്ത്യ അങ്ങ് മനസ്സിലങ്ങ് കളഞ്ഞേക്കുക, പണ്ടൊരു ഇന്ത്യ കാണുക. അല്ലെങ്കിൽ തന്നെ ആ ഇന്ത്യ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും കാശ്മീരിന് ഇപ്പുറത്ത് തെക്ക്, കാശ്മീരിനപ്പുറത്ത് ഉദീച്യ, വടക്ക്. ഈ ഉദീച്യ പാഠം, ഈ ദാക്ഷിണാത്യ പാഠവും ഉദീച്യ പാഠവും ക്രമേണ അകന്ന് പോയി. ആദ്യം കുറേയൊക്കെ ഒരുമിച്ചുണ്ടായിരുന്നു, പിന്നെ ഇവരങ്ങ് അകന്നു. 2 കൃതിയുടെ രൂപത്തിലങ്ങ് പോവുകയാണ്. ഒരു കൃതിയുടെ രൂപത്തിലല്ല, 2 കൃതിയുടെ രൂപത്തിലങ്ങ് പോവുകയാണ്. മൂലകഥ ഒന്ന് തന്നെ, സംഭവ വികാസങ്ങളെല്ലാം മാറുന്നു, അടുക്കും ചിട്ടയും മാറുന്നു. ഇതിലൊന്ന് അതിൽ 101 അതിലുള്ള 105 ഇതിൽ 10 ആ രീതിയിൽ ഇത് മാറിപ്പോയി. ഉദീച്യത്തിലേക്ക് പോയപ്പോൾ എന്ത് സംഭവിച്ചു എന്നറിയാമോ? അത് ആ ഉദീച്യം എന്ന് പറയുന്നത് പ്രാച്യവും പശ്ചിമോത്തരീയവുമായി തീർന്നു. അതായത് ഉദീച്യം 2ആയി പിരിഞ്ഞു. ഒന്ന് പ്രാച്യം എന്ന് വെച്ചാൽ കിഴക്ക്, അതിൻ്റെ കിഴക്ക് വേറൊരു രീതിയിൽ പോയി. പശ്ചിമോത്തരീയം, പശ്ചിമവും ഉത്തരവും, അതായത് വടക്ക് പടിഞ്ഞാറ്, അല്ലെങ്കിൽ പശ്ചിമോത്തരം, പടിഞ്ഞാറ് വടക്ക്. പടിഞ്ഞാറ് വടക്കോട്ട് പോയപ്പോൾ മറ്റൊരു രീതി, അടുത്ത് പ്രാച്യം പോയപ്പോൾ മറ്റൊരു രീതി. ഈ പ്രാച്യത്തിന് മറ്റൊരു പേരും കൂടെ ഉണ്ട്, ഗൗഡീയ പാഠം എന്ന് പറയും. ഈ ഗൗഡ സമുദായം, അങ്ങ് ഒരു ബ്രാഹ്മണ സമുദായമാണ്, അവരെല്ലാവരും കൂടെ കൊണ്ടുപോയതാണ്, അവർ അതിനൊരു പ്രത്യേക രൂപം കൊടുത്തതാണ്. ഇത് രണ്ടും നമുക്ക് എവിടെ കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രാച്യപാഠം അഥവാ ഗൗഡീയ പാഠം എന്ന് പറയുന്നത് ഗോസെയ്യ പതിപ്പ് പാരീസിൽ നിന്ന് ഇറക്കുന്നുണ്ട്. ഗോസിയ പതിപ്പ് പാരീസിൽ നിന്നുമാണ്. അപ്പോൾ ഇറക്കുമ്പോൾ തന്നെ അത് മനസ്സിലാകുന്നല്ലോ, അതിൻ്റെ ഇറക്കുന്നത് തന്നെ പാരീസിൽ നിന്നാണ്. അടുത്ത പശ്ചിമോത്തരീയം എന്ന് പറയുന്നത് ദയാനന്ദ മഹാവിദ്യാലയ ലാഹോർ. ദയാനന്ദ മഹാവിദ്യാലയ ലാഹോർ. അപ്പോൾ അതിപ്പോൾ എവിടെയാണ്? കാശ്മീരിലാണ്. നമുക്കതിൻ്റെ പ്രതി ഇവിടെ കിട്ടും. ഇപ്പം കിട്ടുന്നത് സാധു ആശ്രമം ഹോഷിയാർപൂർ, പഞ്ചാബ്. പഞ്ചാബിലൊരു സാധു ആശ്രമമുണ്ട്. പഞ്ചാബിലെ ഹോഷിയാർപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സാധു ആശ്രമം ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് പശ്ചിമോത്തരീയ പാഠഭേദം അവിടെയും കിട്ടും. അപ്പോൾ തന്നെ രാമായണത്തിന് പാഠഭേദങ്ങൾ എത്രയായി എന്ന് ചിന്തിക്കുക. ഇപ്പോൾ ഇത് ആദ്യകാലത്ത് ഏതാണ്ട് ഒരേ രൂപം ക്രമേണ അകലാൻ തുടങ്ങി.
ഉദീച്യത്തിൽ നിന്ന് 2 എണ്ണം ഉണ്ടായി. ഇങ്ങനെ അകന്നകന്ന് ഉദീച്യം അങ്ങ് നശിച്ചു. ദാക്ഷിണാത്യം നിലനിന്നു, ഉദീച്യത്തിന് നിലനിൽപ്പില്ല. കാര്യം ഉദീച്യത്തിൽ നിന്നും ഗൗഡീയം അഥവാ പ്രാച്യം കൊണ്ടുപോയി, പശ്ചിമോത്തരീയം ഇങ്ങോട്ട് കൊണ്ടുപോയി. ഇത് രണ്ടും 2 പ്രകാരത്തിൽ കൊണ്ടുപോകുമ്പോഴത്തേക്കും ആദ്യത്തെ ഈ ഉദീച്യം എന്ന് പറയുന്ന ആ ഒരു ശാഖ അവിടെ നിന്നുപോയി എന്ന് മാത്രമല്ല, അത് നശിച്ചു. ബാക്കിയുള്ള, അതായത് ദാക്ഷിണാത്യ പാഠം, പ്രാച്യ പാഠം അഥവാ ഗൗഡീയ പാഠം, പശ്ചിമോത്തരീയ പാഠം, ഈ 3 പാഠഭേദങ്ങളാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഈ 3 പാഠഭേദങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. ഒന്നെടുത്താൽ മറ്റൊന്നിലില്ല, മറ്റൊന്നെടുത്താൽ വേറൊന്നിലില്ല. ആ അവസ്ഥയിലേക്ക് ഇപ്പോൾ ഈ രാമായണ കൃതി നിൽക്കുകയാണ്. ഇതിൽ കൂടുതൽ ശരിയെന്ന് പറയുന്നത് ദാക്ഷിണാത്യ പാഠമാണ്. കൂടുതൽ ശരി എന്ന് പറയുന്നത് ദാക്ഷിണാത്യ പാഠം. അതായത് ഏതാണ്ട് ഉത്ഭവ സ്ഥാനമായിരുന്നു ദാക്ഷിണാത്യം. എനിക്ക് ഈ രാമായണം എന്ന് പറയുന്നത്, ഇതിൻ്റെ ഉത്ഭവം എന്ന് പറയുന്ന നമ്മുടെ ഉത്തർപ്രദേശിൽ ഉന്നാവ് എന്ന് പറയുന്ന ഒരു ജില്ലയുണ്ട്. ഏതാണ്ട് ലക്നൌവിനടുത്തായിട്ട് വരും. ലക്നൌവിൻ്റെ കുറേ ഇപ്പുറത്ത് ഉന്നാവ് എന്ന് പറയുന്ന ജില്ലയുണ്ട്. അവിടെയാണ് വാത്മീകി മഹർഷിയുടെ ആശ്രമം. അവിടെ സീത ഭൂമിയിലേക്ക് ആഴ്ന്നു പോയ ഒരു വിള്ളൽ കിണറായിട്ട് ഇപ്പോഴും ഉണ്ട്. ഇടയ്ക്ക് ഞാനൊരു സന്തോഷപൂർവ്വമായിട്ട് ഈ രാമായണ മാസത്തിലൊരു കാര്യം പറയട്ടെ. രാമായണവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സ്ഥലങ്ങളും, അതായത് ഇന്ത്യക്കകത്തുള്ള എല്ലാ സ്ഥലങ്ങളും, ശ്രീലങ്ക ഒഴിച്ചിട്ട് ഇന്ത്യക്കകത്തുള്ള എല്ലാ സ്ഥലങ്ങളും ഈശ്വര കൃപയാൽ, പ്രത്യേകിച്ച് ശ്രീരാമചന്ദ്രജിയുടെ കൃപയാൽ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ അത് ഇങ്ങനെ ഒന്ന് കണ്ടുപോവുക മാത്രമല്ല, പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ എനിക്ക് താമസിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഈ ഉന്നാവ് എന്ന് പറയുന്ന ജില്ലയിൽ ഞാൻ 25 ദിവസം താമസിച്ചിട്ടുണ്ട്. ആശ്രമത്തിൽ അവിടുത്തെ ഒത്തിരി വ്യക്തിബന്ധങ്ങൾ, ഞാൻ കുറേ കാര്യങ്ങളൊക്കെ അവരോട് ആവശ്യപ്പെട്ടതെല്ലാം പിൽക്കാലത്ത് അവരെനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. ആ പ്രദേശമൊക്കെ സംരക്ഷിക്കുന്ന ഒരു സംഘടന തന്നെ അവിടെയുണ്ട്. അപ്പോൾ ഞാൻ ഇത്തിരി കാര്യങ്ങളെല്ലാം അവരോട് ചോദിച്ചു. അതിനൊക്കെ അപ്പോഴവർക്ക് മറുപടി തരാൻ പറ്റാത്തതൊക്കെ പിന്നീട് തന്നിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ സഹയാത്രിക പറയാറുണ്ട്, ഞാൻ ഈ രാമായണത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം പറഞ്ഞോട്ടെ. എനിക്ക് താങ്കൾ എന്നെ പല പ്രാവശ്യം പ്രശംസിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് താങ്കളുടെ കഴിവാണ്, 2 അവധൂജിയുടെ കഴിവാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ എനിക്ക് ഈ കാര്യത്തിൽ എനിക്ക് ഭയങ്കര അതിയായ ആത്മവിശ്വാസമുണ്ട് രാമായണം എന്നുള്ള കാര്യത്തിൽ. ആ ആത്മവിശ്വാസം എനിക്ക് തന്നത് എൻ്റെ സഹയാത്രികയും കൂടെയാണ്. കഴിഞ്ഞ 10-12 വർഷങ്ങളായി എല്ലാ രാമായണ മാസങ്ങളിലും വിവിധ പ്രഭാഷണങ്ങൾ കേൾക്കാൻ പോകും ഞങ്ങൾ 2 പേരും. പക്ഷേ ഈ അടുത്ത് ഒരു 6-7 വർഷം കൊണ്ട് പ്രഭാഷണങ്ങൾ കേൾക്കുമ്പോൾ ഒക്കെ അവരുടെ ഒന്നും പ്രഭാഷണങ്ങൾ എൻ്റെ ഭാര്യയ്ക്ക് ഇഷ്ടമില്ല. എന്നിട്ട് പറയും, ചേട്ടാ അതങ്ങനെയാണ്, ചേട്ടാ ഇതിങ്ങനെയാണ്, ഇത് ശരിയാകുന്നില്ല, ഈ പ്രഭാഷണം ശരിയാവില്ല. ഞാൻ പറഞ്ഞു, ഈയിടെയായിട്ട് നിനക്ക് പ്രഭാഷണങ്ങൾ കേട്ടാൽ ഒന്നും ശരിയാകുന്നില്ല. അപ്പോൾ ഒരു ദിവസം പറഞ്ഞു, അതെ എനിക്ക് ചേട്ടൻ രാമായണം പറഞ്ഞു തന്നാൽ ഭയങ്കര ഇഷ്ടമാണ്. അതും ഞാനൊരു സഹയാത്രിക എന്നെ പ്രശംസിക്കുന്നു എന്ന രീതി മാത്രമേ കണ്ടുള്ളൂ. പക്ഷെ പിന്നീട് അവൾ തന്നെ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു, ചേട്ടൻ രാമായണത്തിൻ്റെ കഥകൾ പറയുമ്പം വ്യത്യസ്തമായിട്ടാണ് പറയുന്നത്. ഈ അറിവ് ചേട്ടനിൽ ഒതുക്കി നിർത്തരുത്, ചേട്ടൻ ഇത് പ്രകടിപ്പിക്കണം, ഇത് കേരളീയർക്ക് നൽകണം എന്നുള്ള ആദ്യ ആശയം എൻ്റെ സഹയാത്രികയാണ് എനിക്ക് തരുന്നത്. ഇപ്പം ഞാനിവിടെ മറ്റ് സത്സംഗമൊക്കെ വരുമ്പം വീട്ടിൽ ഇത് കാണുമ്പോൾ എൻ്റെ മകനാണ് ഏറ്റവും കൂടുതൽ അഭിപ്രായം പറയുന്നത്. അപ്പോഴൊക്കെ എൻ്റെ സഹയാത്രിക പറയാറുണ്ട്, ചേട്ടൻ രാമായണത്തിൻ്റെ അറിവുകൾ പങ്കുവയ്ക്കുക, നമ്മുടെ സമൂഹത്തിന് വേണ്ടി രാമായണത്തിൻ്റെ. അതിനുശേഷം ഈ രാമായണത്തിൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് ഇത്തിരി അഹങ്കാരമൊന്നുമില്ല, ഒരു ആത്മാഭിമാനമൊക്കെ ഉണ്ട്. ഒരുവിധം നന്നായിട്ട് പറയാൻ കഴിയും. കാര്യം ഞങ്ങൾ പോയിട്ടുള്ളിടത്തെല്ലാം വലിയ വലിയ പ്രഭാഷണങ്ങളായിരിക്കും. പ്രഭാഷണം തുടങ്ങിയിട്ട് രാമൻ കാട്ടിപ്പോയി, അതിൻ്റെ ശാസ്ത്രീയത ഒന്നും പറയുന്നില്ല. നമ്മളൊരു കാര്യം പറയുമ്പോൾ അതിൻ്റെ ശാസ്ത്രീയ വശം കൂടെ പറയണം. അത്തരത്തിലുള്ള ഒരു ശാസ്ത്രീയതയും അവിടെ പറയുന്നില്ല.
അങ്ങനെ പറയാറാകുമ്പോൾ ഞാൻ എൻ്റെ സഹയാത്രിക എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആ ശാസ്ത്രീയത, ഇത് ഇന്ന ശാസ്ത്രീയതയിൽ കൂടെ നീ ഒന്ന് കണ്ടാൽ മതി എന്ന് പറഞ്ഞു. അതേപോലെ രാമായണത്തിൽ കാണുന്ന എല്ലാ സ്ഥലങ്ങളും ഭാരതത്തിൽ എനിക്ക് സന്ദർശിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഈ നമ്മുടെ നമ്മൾ ഈ ദാക്ഷിണാത്യ പാഠമെന്ന് പറയുമ്പോൾ നമുക്ക് ആ ഉത്തർപ്രദേശിലെ ഉന്നാവ് ജില്ല മുതൽ ഇങ്ങോട്ട് എടുക്കണം. അതാണ് പണ്ടത്തെ ദക്ഷിണേന്ത്യ എന്ന് പറയുന്നത്. അതാണ് കൂടുതൽ ശരി എന്നൊരു അഭിപ്രായമുണ്ട്. മറ്റ് രണ്ടും അങ്ങോട്ടങ്ങോട്ട് പശ്ചിമോത്തരീയം പോയി. ആ ഉത്തർപ്രദേശിൽ നിന്ന് ചിന്തിക്കുമോ പശ്ചിമോത്തരീയം അങ്ങോട്ട് വരുമെന്ന്. അപ്പോൾ ഈ സംസ്കൃതത്തിൽ നിന്നും അകന്നകന്ന് പോവുകയാണ് പിൽക്കാലത്ത്. അപ്പോൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കെ ഈ നമ്മൾ ഉത്തരകാണ്ഡത്തിലേക്ക് വരുമ്പോൾ ഈ ഉത്തരകാണ്ഡം 3 പാഠം, അതായത് 3 പാഠഭേദം പറഞ്ഞല്ലോ. മൊത്തം 4 പറഞ്ഞു, അതിൽ 1 ഉദീച്ചി അങ്ങനെ നിന്നങ്ങ് നശിച്ചു പോയി. ബാക്കി 3 പാഠഭേദം ഉണ്ടല്ലോ. ഇതിൽ 3ഉം ഉത്തരകാണ്ഡം ഒന്നതുപോലെയാണ്, ഒരു മാറ്റവുമില്ല. പക്ഷേ ഉത്തരകാണ്ഡത്തിൽ 3ലും ഒരേ ശൈലിയാണ്. പഴയ ശൈലിയോട് ഏതൊരു ബന്ധവുമില്ല. ഉത്തരകാണ്ഡം 3 പാഠങ്ങളിലും ഒന്നതുപോലെയാണ്, പുതിയ ഭാഷയിലാണ്, പഴയ ശൈലിയോട് ഏതൊരു ബന്ധവുമില്ല. യുദ്ധകാണ്ഡം വരെയുള്ള ശൈലികളുമായിട്ട് ഇതിന് ഏതൊരു ബന്ധവുമില്ല. അപ്പോൾ കാര്യം മനസ്സിലായില്ലേ? 3ലും ഉത്തരകാണ്ഡം ഏതോ ഒരു കവി പിന്നീട് എഴുതി ഉത്തരകാണ്ഡം എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ, ഉത്തരഭാഗം, ഉത്തരം എന്ന വാക്കിന് ശേഷമെന്ന് അർത്ഥമുണ്ട്. ആരോ 2ാം ഭാഗം എഴുതി ചേർത്തതാണ്. എഴുതി ചേർത്തിട്ട് അവർ പറയുന്നുണ്ട് ഇവിടെ രാമായണം അവസാനിക്കുന്നു, ഉത്തരഭാഗത്തിൽ രാമായണം അവസാനിക്കുന്നു. ഉത്തരഭാഗം വായിക്കുമ്പോൾ അതിൽ യുദ്ധത്തെക്കുറിച്ച് വീണ്ടും പറയുന്നു. ലങ്കാകാണ്ഡ കഴിഞ്ഞ് യുദ്ധവും കഴിഞ്ഞങ്ങ് മടങ്ങി വന്നു കഴിഞ്ഞു, ഇവിടെ രാജ്യാഭിഷേകവും കഴിഞ്ഞു. ഉത്തരകാണ്ഡത്തിൽ പിന്നെയും ബാലകാണ്ഡത്തിലുള്ള കാര്യം പറയുന്നു, വീണ്ടും യുദ്ധത്തെക്കുറിച്ച് വർണ്ണിക്കുന്നു, വീണ്ടും സീതയുടെ ജനനത്തെക്കുറിച്ച് പറയുന്നു. അപ്പം തന്നെ മനസ്സിലായില്ലേ ഇത് വേറെ ആരോ എഴുതി ചേർത്തതാണ്. എന്തായാലും ഈ പിന്നീട് ഈ 3 ഞാൻ പറഞ്ഞ ഈ 3 പാഠഭേദങ്ങളെയും കൂട്ടി 1960 ഇതിൻ്റെ എല്ലാ കയ്യെഴുത്ത് പ്രതികളെ ഉൾപ്പെടുത്തി വഡോദര സർവകലാശാലയിലെ ഓറിയൻ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു പതിപ്പ് പുറത്തേക്ക് ഇറക്കി. ആ പതിപ്പാണ് ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞത്. അതിന് ഇത്തിരി പ്രത്യേകതയുണ്ട്. ഇന്ന് രാമായണത്തിൽ മറ്റ് രാമായണങ്ങളിൽ കാണുന്ന ഭാഗങ്ങളൊന്നും, അതായത് ഇതിനെ നമുക്ക് പ്രക്ഷിപ്തമെന്ന് പറയാം. ആരെങ്കിലും ആ കഥയുമായിട്ട് ഏതൊരു ബന്ധവും ഇല്ല, അതിലേക്ക് ഇങ്ങനെ കുത്തിച്ചേർത്തി വെച്ചിരിക്കുന്നു. അത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു കാര്യം പറയുമ്പോൾ എൻ്റേതായിട്ടുള്ള ഒരു ശൈലി കാണും, താങ്കൾ ഒരു കാര്യം പറയുമ്പോൾ താങ്കളുടേതായ ഒരു ശൈലി. ഈ ശൈലി, താങ്കളുടെ ശൈലി ഞാൻ എഴുത്ത് ഭാഷയിലൂടെ അനുകരിച്ചാൽ കിട്ടില്ല. എൻ്റെ ശൈലി താങ്കൾക്കും കിട്ടില്ല. അത് സംസാര ശൈലിയിലും കിട്ടില്ല. ചിലപ്പോൾ കുറച്ച് നേരം നമുക്കൊന്ന് അനുകരിക്കാൻ കഴിയുമായിരിക്കും, അല്ലാതെ എപ്പോഴും അത് നമ്മുടെ നാവ് കൊണ്ട് പറയാൻ കഴിയില്ല. ശൈലികൾ മാറുന്നു, ഭാഷകൾ മാറുന്നു. ഇപ്പം നമ്മൾ രണ്ടുപേരെയും ചോദ്യത്തിൽ രണ്ടുപേരും മലയാളമാണ് പറയുന്നത്. ഈ മലയാളം നമ്മൾ സൂക്ഷിച്ച് കഴിഞ്ഞാൽ അതിലും ഒരു മാറ്റം ഉണ്ടാകും. അപ്പോൾ ഭാഷാശൈലി മാറ്റം, കഥയുടെ പ്രകടിപ്പിക്കുന്ന രീതി മാറ്റം, ഇതെല്ലാം കണക്ക് ഈ സർവകലാശാല ഇങ്ങനെ ഒരു കൃതിയായിട്ട് എടുത്തിട്ടുണ്ട്. അതിൽ ഉത്തരകാണ്ഡം ഇല്ല. എന്ന് വെച്ചാൽ സീതയെ ഉപേക്ഷിച്ചതും അതുപോലെ തന്നെ ശ്രീരാമനെ സ്ത്രീ പീഡകനെന്ന് ആരോപിക്കുന്നവർക്ക് ഉള്ളൊരു മറുപടിയാണ്. ഇതിനോട് ഒന്നുകൂടെ ചേർത്ത് പറഞ്ഞോട്ടെ. കഴിഞ്ഞ ഒരു 2 വർഷത്തിന് മുമ്പ് ഒരു രാമായണ സംബന്ധമായ ഒരു കാര്യത്തിന് പോയപ്പോൾ അവിടെയും ഞാൻ ഇങ്ങനെ ഈ രാമനെ സ്ത്രീ പീഡകൻ എന്ന രീതിയിൽ കാണരുത് എന്ന് തെളിവ് സഹിതം ഈ ഉത്തരകാണ്ഡവും എല്ലാം ഉൾപ്പെടുത്തി പറഞ്ഞു. പക്ഷെ കുറേ കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു ടീച്ചർക്ക് സംശയം. ടീച്ചർ ഒരു സംശയം ചോദിച്ചു, രാമൻ സ്ത്രീ പീഡകനല്ലേ എന്ന് വെച്ചാൽ. അപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാൻ ടീച്ചറോട് ചോദിച്ചു, ടീച്ചർ രാമായണം കണ്ടിട്ടുണ്ടോ? ടീച്ചർ വായിക്കണ്ട, ടീച്ചർ രാമായണം കണ്ടിട്ടുണ്ടോ? ആ രാമായണത്ത് പുറം കവർ കണ്ടിട്ടുണ്ടെങ്കിൽ ടീച്ചർ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കില്ല. ഞാൻ രാവിലെ ഇവിടെ പറഞ്ഞ പാഠഭേദങ്ങൾ ടീച്ചർക്ക് മനസ്സിലായോ എന്ന് 2-3 ചോദ്യം അങ്ങോട്ട് ചോദിച്ചു. അപ്പോൾ തന്നെ ടീച്ചറുടെ മുഖത്ത് പച്ച, മഞ്ഞ, വെള്ള, ചുവപ്പ് നിറങ്ങൾ വന്നു. ഇങ്ങനെയൊക്കെ കുറേ ആൾക്കാരുണ്ട്. അതിനെ നമ്മൾ തമിഴിൽ പറഞ്ഞു കഴിഞ്ഞാൽ
കിണ്ടൽ പണ്ണിറ ആൾക്കാർ കിണ്ടുക, ഇവർക്കൊക്കെ ഇവരുടെ മനസ്സിൽ വേറൊരു ആശയം ഉണ്ടാകും. ആ ആശയം വെച്ചിട്ടാണ് ഇവർ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഏതെങ്കിലും രാഷ്ട്രീയക്കാരൻ പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും ചോദ്യങ്ങൾ. ആ രാഷ്ട്രീയക്കാരൻ പറഞ്ഞു കൊടുത്തതിന് അത് വെച്ചിട്ട് അവർ നമ്മോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. കാര്യം ആ രാഷ്ട്രീയക്കാരൻ പറഞ്ഞു കൊടുക്കുന്ന ചോദ്യത്തെ അവർ ഒരു നിമിഷം മാറ്റി വെച്ചിട്ട് ഈ പാഠഭേദങ്ങൾ ഇത്രയുണ്ട് എന്ന് ഇവർ ഏതെങ്കിലും ഒരു പുസ്തകം എടുത്ത് ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവിടെ കിട്ടാവുന്നതേ ഉള്ളൂ. ആശയങ്ങളെ മാറ്റി വെച്ചിട്ട് തത്വത്തെ അറിയാൻ ശ്രമിക്കുക. ആശയങ്ങളെ മാറ്റി വെച്ചിട്ട് തത്വത്തെ അറിയാൻ ശ്രമിക്കുക. താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ്. അപ്പോൾ ഈ രാമായണ മാസത്തിൽ എല്ലാവരും രാമതത്വങ്ങളെ ഗ്രഹിച്ച് സ്വന്തം ജീവിതത്തിൽ പകർത്തട്ടെ എന്നുകൂടെ ആശംസിക്കുന്നു. ശ്രീരാമചന്ദ്രൻ സീതാദേവിയെ തേടി ശ്രീലങ്കയിലേക്കാണ് പോകുന്നത്. അപ്പം ഭാരതത്തിൽ നിന്നും ശ്രീലങ്കയിലേക്ക് പോകണമെങ്കിൽ ഇടയ്ക്ക് കടലാണല്ലോ, അപ്പോൾ ഒരു പാലം നിർമ്മിക്കണം. അപ്പം ശ്രീരാമചന്ദ്രനെ നമുക്കറിയാം, ഒട്ടേറെ ജനപിന്തുണയുള്ള ഒരു മഹാരാജാവാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഒരു വിഷമഘട്ടത്തിൽ ഒരു ആവശ്യം വന്നപ്പോൾ അദ്ദേഹത്തോടൊപ്പം നിന്നത് മൃഗങ്ങളാണ്. വാനരന്മാരും ഋക്ഷകങ്ങളും അണ്ണാറക്കണ്ണനും ഇവരൊക്കെയാണ് അദ്ദേഹത്തോടൊപ്പം നിന്നത് ആ ഒരു സേതുബന്ധനം, രാമസേതു നിർമ്മിക്കാനായിട്ട്. അപ്പം ഈ ഒരു രാമസേതു നിർമ്മിക്കുന്ന ഇതിൻ്റെ ഒരു തത്വം എന്താണ്? ഒരു ആധുനിക കാലഘട്ടത്തിൽ രാമസേതു എന്നൊരു വാക്കിന് അതിയായ പ്രസക്തിയുണ്ട്. ഈ രാമസേതു എന്ന വാക്ക് രാമേശ്വരം മുതൽ ഇന്ത്യയുടെ സുപ്രീം കോടതിയായ ന്യൂഡൽഹി വരെ വ്യാപിച്ചു കിടക്കുന്ന പല മുഖ്യമന്ത്രിമാരും പല രാഷ്ട്രീയക്കാരും ഇടപെട്ടിട്ടുള്ള ഒരു സംഭവ വികാസമാണ് രാമസേതു. അത് ഒരു ബൃഹത്തായ ഒരു പദ്ധതിയാണ്. ഇന്നത്തെ രാഷ്ട്രീയക്കാരന് ഒരു സേതു കെട്ടാൻ, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഒരു മുഖ്യമന്ത്രി എന്നെ ചോദിച്ചിട്ടുണ്ട്, രാമൻ എഞ്ചിനീയറാണോ പാലം കെട്ടാൻ? അപ്പോൾ ആ ചോദിച്ച മുഖ്യമന്ത്രി എനിക്ക് അത്രയും അറിയാം. എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിലെ ബഹുമാനപ്പെട്ട കരുണാനിധിയാണെന്ന് തോന്നുന്നില്ല, അദ്ദേഹം തന്നെയാണ് രാമൻ എഞ്ചിനീയറാണോ എന്ന് പത്രപ്രസ്താവനയൊക്കെ നടത്തിയിരുന്നു. അപ്പോൾ ആ മുഖ്യമന്ത്രിക്ക് ഈ പാലം നിർമ്മിക്കുന്നത് കൊത്തമേശ്വരിയല്ല, എഞ്ചിനീയറാണെന്നുള്ള രീതി മാത്രമേ അറിയാവൂ. ഇവിടെ രാമൻ പാലം നിർമ്മിച്ചപ്പോൾ രാമൻ ഒരു മേസ്തിരിയും കൂടെ ആയിരുന്നു. അദ്ദേഹം അതിന് എഞ്ചിനീയർ വരയ്ക്കും പോലെ രൂപരേഖയൊന്നും വരച്ചിട്ടില്ല. ആ ഐഡിയ അപ്പോഴും തന്നെ നമുക്ക് ഇവിടെ നിന്ന് ഇന്ന രീതിയിൽ പോയി കഴിഞ്ഞാൽ പാലം നിർമ്മിക്കാം, എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യമൊന്നും ഇല്ലായിരുന്നു എന്നല്ല, അങ്ങനെ വരച്ച് എഴുതി കൊടുക്കേണ്ട കാര്യമില്ല, ഇന്ന രീതിയിൽ ചെയ്താൽ മതി, നമുക്ക് അവിടെ എത്താം എന്നുള്ള ഒരു കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോൾ അതുപോലും ചിന്തിക്കാൻ കെൽപ്പില്ലാത്ത മുഖ്യമന്ത്രിമാരുള്ള അതാണ് നമ്മുടെ രാജ്യം. അവരെങ്ങനെയാണ് ഭരണം നടത്തുന്നതെന്ന് അറിഞ്ഞൂടെ. എനിക്ക് രാഷ്ട്രീയം വിഷയമല്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ ഈ ബൃഹത്തായ പദ്ധതിയിൽ നമ്മൾ കുറച്ച് ശാസ്ത്രീയത നോക്കണം. ഇന്ന് പോലും ഇതിൻ്റെ തൊട്ടടുത്ത പ്രദേശമായ വിഴിഞ്ഞത്ത് പാല നിർമ്മാണമില്ലെങ്കിലും ആ കര ഒന്ന് നികത്തിയെടുക്കുന്നതിന് വേണ്ടി എത്ര ലോഡ് കല്ലുകളാണ് അവിടെ കൊണ്ടിട്ടത്. അപ്പോൾ അതുപോലെ അന്നത്തെ ഈ വാനരന്മാർക്ക് ഇതൊന്നും ചുമന്നു കൊണ്ടുവരാനുള്ള ശക്തിയും ഇല്ല. പിന്നെ ഇന്നത്തെ പോലെ സിമൻ്റ് ഇല്ല, അതും നമ്മൾ മനസ്സിലാക്കണം. ഇതിനെക്കുറിച്ച് അനേകം പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. നാസ ഈ അടുത്ത കാലത്തായിട്ട് മുകളിൽ നിന്നും എടുത്തയച്ച ചിത്രത്തിൽ ആ രാമസേതുവിൻ്റെ പല ഭാഗങ്ങളും ഇന്നും അതിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്നതായിട്ട് കാണുന്നു. അതേ നാസയുടെ തന്നെ പഠനത്തിൽ ഇതിൻ്റെ പല കല്ലുകളും എടുത്ത് പരിശോധിച്ചു. ഈ കല്ലുകൾക്കൊരു പ്രത്യേകതയുണ്ട്. ഈ കല്ലുകൾ വളരെ കാലം ജലത്തിൽ പൊങ്ങിക്കിടക്കും. ഒരു നിശ്ചിത കാലം കഴിഞ്ഞാൽ മാത്രമേ
ഈ കല്ലുകൾ താഴ്ന്നു പോകും. എന്നുവെച്ചാൽ കല്ല് താഴ്ന്നു പോവില്ലെന്നല്ല, കുറേ കാലം മാസങ്ങളോളം ഇതിന് ജലത്തിൻ്റെ ഉപരിതലത്തിൽ നിൽക്കാൻ പറ്റുന്ന ഒരു പ്രത്യേകതരം കല്ല്. ആ കല്ലിൻ്റെ രീതിയും സ്വഭാവ ഗുണങ്ങളും ഒക്കെ പഠനങ്ങളിൽ വ്യക്തമായി പറയുന്നു. അത് ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി സമയം പറയാനുണ്ട്. ഇങ്ങനെയുള്ള കല്ലുകളെ അപ്പോൾ പിന്നെ അവിടെ മറ്റൊരു ഇത് വന്നു, എങ്ങനെ ഇവിടെ ബന്ധിപ്പിച്ചിരിക്കാം? സിമൻ്റ് ഇല്ലല്ലോ, കല്ലുണ്ട്, കല്ല് പരസ്പരം ഒട്ടില്ല. അപ്പം നമുക്കൊന്ന് ഊഹിക്കാം, അഷ്ടബന്ധം പോലുള്ള, അഷ്ടബന്ധത്തെക്കുറിച്ചൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങൾ രണ്ട് കല്ലുകളെ തമ്മിൽ ഉറപ്പിക്കാൻ വേണ്ടി നമ്മുടെ എള്ള്, ചെഞ്ചല്യം, ശംഖ് മുതലായവ അങ്ങനെ തുടങ്ങി 8 വസ്തുക്കൾ നല്ലവണ്ണം അരച്ച് എള്ളെണ്ണയിൽ അരച്ച് പാകപ്പെടുത്തിയെടുക്കുന്ന 40 ദിവസം വെച്ച് ഇത് സിമൻ്റ് പോലെ ഉപയോഗിക്കാം. അതുപോലുള്ള വസ്തുക്കളും വെച്ചാണ് അദ്ദേഹം ഈ പാല നിർമ്മാണം നടത്തിയത്. വളരെ കാലം കഴിഞ്ഞിട്ടായിരിക്കാം ഇത് അവിടെ താഴ്ന്ന് ഇപ്പോഴും അവിടെ കിടപ്പുണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം കാണുമ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞ മുഖ്യമന്ത്രിക്ക് എന്താണ് പറ്റിയത്? അദ്ദേഹം കെട്ടുന്ന ഒരു പാലമുണ്ട്, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരൻ, ഏത് രാഷ്ട്രീയക്കാരനോ ആവട്ടെ, എനിക്ക് എല്ലാ രാഷ്ട്രീയക്കാരനും ഒപ്പമാണ്, അവർ കെട്ടുന്ന ഒരു പാലമുണ്ട്, കോടികളുടെ പാലം. ആ പാലങ്ങളുടെ കഥയൊക്കെ നമ്മൾ കേരളത്തിലും സംസ്ഥാനത്തും ഗുജറാത്തിലും ഒക്കെ കേൾക്കുന്നുണ്ടല്ലോ. ഒരു പ്രാവശ്യം ഉപയോഗിക്കുന്നതിന് മുമ്പ് അടർന്നു വീണ, ഗുജറാത്തിലും അടുത്ത കാലത്ത് അങ്ങനെ ഒരു പാലം ഉണ്ടായി. എന്നിട്ട് നമുക്ക് ഗുജറാത്ത് പോകണ്ടല്ലോ, ഇവിടെ കേരളത്തിൽ, ഇവിടെ എറണാകുളത്ത് നടന്നല്ലോ പാലങ്ങളെല്ലാം തകരുന്ന ചിത്രങ്ങൾ. അങ്ങനെ അവർ ആ പാലത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. അപ്പം രാഷ്ട്രീയക്കാരൻ അവൻ്റെ മനസ്സിലെ പാലം മാറ്റി വെച്ചിട്ട് വേണം രാമസേതുവിനെ കാണാൻ. രാമസേതു എന്ന് പറയുന്നത് ഒരു പ്രത്യേകതരം കല്ലുപയോഗിച്ച് അവയെ പരസ്പരം ബന്ധിച്ച് മുന്നോട്ട് പോയതാണ്. അതിന് ഇന്നത്തെ വീതിയോ പരപ്പോ ഒന്നും ഉണ്ടാവില്ല. ഒരു ആളിന് വരിവരിയായിട്ട്, ഒരാളിന് അയാളുടെ പുറകെ മറ്റൊരാൾ, അയാളുടെ പുറകെ മറ്റൊരാൾ, ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു സേതുവായിരിക്കണം അത്. ഇനി നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ എത്ര തന്നെ നമ്മൾ നല്ലത് ചെയ്യൂ, എത്ര തന്നെ നല്ലത് ചെയ്യൂ, കുറേ കാലം കഴിഞ്ഞാൽ നമ്മൾ ആൾക്കാരൊക്കെ മറക്കും. കാര്യം രാമൻ നല്ലതേ ചെയ്തിട്ടുള്ളൂ. രാജ്യത്തിന് വേണ്ടി, സ്വന്തം ജീവിതത്തിന് വേണ്ടി രാമൻ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ആൾക്കാർക്ക് രാമനെന്ന് കേൾക്കുമ്പോൾ, അതായത് പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാർക്ക് രാമനെന്ന് കേൾക്കുമ്പോൾ കലിതുള്ളുകയാണ്. കണ്ടിട്ടില്ലേ ചില രാഷ്ട്രീയക്കാർക്ക് ആരാണ് രാമൻ, അവൻ ആരാണെന്നൊക്കെയാണ് ചോദിക്കുന്നത്. കാര്യം എന്താ? ഈ രാമൻ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ഭരണകർത്താവായ രാമൻ അയാൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ചെയ്തതെല്ലാം ജനങ്ങൾക്ക് വേണ്ടിയാണ്. ഇപ്പോഴത്തെ ഭരണകർത്താക്കളെ നോക്കൂ, ഒന്നും ഇല്ലായ്മയിൽ നിന്നും, ഇത് പറഞ്ഞുകൂടാത്തതാണ് എന്നാലും നമുക്ക് നോക്കാം, ഞാൻ ആ വ്യക്തിയുടെ പേര് പറയുന്നില്ലല്ലോ, ഒന്നും ഇല്ലായ്മയിൽ നിന്നും രാഷ്ട്രീയത്തിലേക്ക് വരുന്നു. 5 വർഷം കഴിയുമ്പോൾ ശതകോടീശ്വരന്മാരുടെ പട്ടികയിലേക്ക് ഉയരുന്നു. എന്നിട്ട് പറയുന്നതോ, ഞാൻ സാധാരണ നെയ്ത്തുകാരനായിരുന്നു, ഞാൻ കള്ളുചെത്തുകാരനാണ്, ഞാൻ നെയ്ത്തുകാരൻ്റെ മകനാണ്, ഞാൻ ചുമട്ട് തൊഴിലാളിയാണ്, ഞാൻ ഖാദി വസ്ത്രത്തിൻ്റെ നിർമ്മാണത്തിലായിരുന്നു, ഇതിൽ നിന്നും കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഇതെല്ലാം നിർമ്മിച്ചത്. നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. കേരള ജനത അല്ലെങ്കിൽ ഇന്ത്യൻ ജനത ഇത് ഒരുമിച്ചങ്ങ് സമ്മതിച്ചു കൊടുക്കുകയാണ് അല്ലേ, അവർ ഒരുമിച്ച്. അതുകൊണ്ടാണ് ഇവർക്ക് ഇത്, ഇങ്ങനെ ഒരു ഭരണകർത്താവിനെ കുറിച്ച് ജനം അറിഞ്ഞു കഴിഞ്ഞാൽ നാളെ കല്ലെറിയും. രാമനെ പോലെ ഒരു ഭരണകർത്താവ് ഉണ്ടായിരുന്നു, അയാൾ രാജ്യത്തിന് വേണ്ടി മാത്രമേ എന്തെങ്കിലും ചെയ്തിട്ടുള്ളൂ, സ്വന്തം കാര്യം എപ്പോഴും നീക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഭരണകർത്താവിനെ കുറിച്ച് ജനം ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇന്നത്തെ ഭരണകർത്താക്കളുടെ അവസ്ഥ അത് വളരെ മോശമാകും. അതങ്ങ് കേന്ദ്രത്തിലെ ആയാലും സംസ്ഥാനത്തിലെ ആയാലും മറ്റുള്ള രാജ്യങ്ങളിലെ ആയാലും വളരെ മോശമാകും. അതുകൊണ്ട് രാമനെക്കുറിച്ച് അറിയാൻ പാടില്ല. അതുകൊണ്ടാണ് ഇവരൊക്കെ രാമനെതിരെ ഇങ്ങനെ ഭയങ്കര ശക്തമായിട്ട് പ്രതികരിക്കുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നമ്മൾ എത്ര തന്നെ നല്ല കാര്യങ്ങൾ ചെയ്താലും ആപത്ത് വരുമ്പോൾ നമ്മളെ സഹായിക്കാൻ ആർക്കൊക്കെ നമ്മൾ ഉപകാരം ചെയ്തിട്ടുണ്ടോ അവരാരും നമ്മളോടൊത്തുണ്ടാവില്ല. ആരെയാണോ നമ്മൾ ദുഷിച്ചിട്ടുള്ളത്, ആരെയാണോ നമ്മൾ മാറ്റി നിർത്തിയിട്ടുള്ളത്, അവർ മാത്രമേ നമ്മളോടൊത്തുണ്ടാവും. അതുതന്നെയാണ് രാമൻ ഇത്രയൊക്കെ നാട്ടിന് ചെയ്തെങ്കിലും ആ ചെയ്ത നാട്ടിലുള്ളവർ രാമൻ കാട്ടിൽ പോയതോടുകൂടി അദ്ദേഹത്തെക്കുറിച്ചങ്ങ് മറക്കുകയാണ്. അവർക്ക് മറ്റൊരു ഭരണകർത്താവിനെ കിട്ടി, ആ ഭരണത്തിന് കീഴിൽ അവർ കഴിയുകയാണ്. ഇപ്പോൾ അവർക്ക് രാമനെക്കുറിച്ചോ രാമൻ്റെ കൂടെ പോകണമെന്നോ, ഈ വാർത്ത എന്തായാലും
ദിവസങ്ങൾക്ക് ശേഷമായാലും അയോധ്യയിലും അറിഞ്ഞിരിക്കും. അവർക്ക് ആർക്കെങ്കിലും ഇദ്ദേഹത്തെ ഒന്ന് സഹായിക്കാൻ വരണമെന്നോ ഒന്നും തോന്നിയില്ല. അഥവാ ഇനി രാമൻ ദൈവികത്വം ഉള്ളതുകൊണ്ട് അവരുടെ മനസ്സിനെ മാറ്റിയതാണോ, അവരുടെ സഹായം വേണ്ടാത്ത, പ്രജകളുടെ സഹായം വേണ്ട, ഞാൻ മറ്റുള്ളവരുടെ സഹായം തേടിക്കൊള്ളാം എന്ന് വിചാരിച്ച് ചെയ്തതാണോ എന്നും അറിയില്ല. എന്തായാലും ഞാൻ ഇതിനോടൊപ്പം ഒരു കാര്യം കൂടെ പറയട്ടെ. ഞാനിപ്പോഴും ഈ വാനരന്മാരെയും അതുപോലുള്ള ആൾക്കാരെയും ഞാൻ ആ വെറും മൃഗമായിട്ട് കാണുന്നില്ല. അതിനൊക്കെ ഒരു ഗോത്രമായിട്ട് തന്നെയാണ് കാണുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, പൂർണ്ണമായും മനുഷ്യരൂപത്തിലെത്താത്ത മനുഷ്യരായിട്ടാണ് ഞാൻ അവരെ കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യർക്ക് സഹായം കിട്ടിയിട്ടില്ല. ശ്രീരാമനിൽ നിന്നും ഒരു സഹായവും കിട്ടിയിട്ടില്ല. അവരെല്ലാവരും കൂടെയാണ് ആ പാലം നിർമ്മിച്ചത്. ഇതിൽ നിന്ന് മറ്റൊരു തത്വചിന്ത കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഈ രാമായണ മാസത്തിൽ ഏതൊരു അസാധ്യമായ കാര്യവും ചെയ്യാൻ നമുക്ക് മാനസികമായൊരവസ്ഥ വേണം. മാനസികമായി നമ്മൾ തയ്യാറെടുപ്പാണെങ്കിൽ ആ കാര്യം നമുക്ക് ചെയ്യാൻ കഴിയും. അസാധ്യമായിട്ട് ഈ ലോകത്ത് ഒന്നുമില്ല എന്നത് കൂടെയാണ് ശ്രീരാമൻ അവിടെ തെളിയിച്ചത്. അദ്ദേഹത്തിന് വേണമെങ്കിൽ അങ്ങ് രാജധാനിയിൽ ആൾക്കാരെ പറഞ്ഞു വിടാം. കൂടെ ഹനുമാനുണ്ട്. ഹനുമാൻ അനേകം ഈ യോഗാഭ്യാസവും അതുപോലുള്ള വിദ്യകളൊക്കെ അറിയാം. ആകാശത്തിലൂടെയുള്ള സഞ്ചാരവും ഒക്കെ അറിയാം. അതുകൊണ്ട് അവിടെ അറിയിച്ച് അവിടെ നിന്ന് കുറേ പ്രജകളെ വരുത്താം. അതൊന്നും അദ്ദേഹം ചെയ്യാതെ സ്വന്തം പ്രയത്നം കൊണ്ട്, സ്വന്തം പ്രയത്നത്തിന് ബാക്കിയുള്ളവരുടെ സഹായത്തോടു കൂടി, അപ്പോൾ ഒരു വ്യക്തി കുറച്ച് ആൾക്കാരെ കൂടെ സഹായിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തും നേടാം എന്ന് ഉള്ള ഒരു സന്ദേശമാണ് ഇതിൽ നിന്നും കിട്ടുന്നത്. ഇത് തന്നെ ഇന്നത്തെ രാഷ്ട്രീയക്കാർക്കും മനസ്സിലാകട്ടെ. ഈ നമ്മുടെ ഇവിടെ കാണുന്ന അനേകം പാലങ്ങൾ നിർമ്മിക്കാൻ നമ്മളെ മനുഷ്യരെ കൂടെ ഉൾപ്പെടുത്തി, മനുഷ്യ പ്രയത്നവും കൂടെ ഉൾപ്പെടുത്തി, അല്ലേ? ഈ കോൺട്രാക്ടർമാർക്ക് കോൺട്രാക്റ്റ് കൊടുക്കാതെ പകുതി പൈസയ്ക്ക് പാലങ്ങൾ നിർമ്മിക്കാൻ പറ്റും. കോൺട്രാക്ടർമാർക്ക് കോൺട്രാക്റ്റ് കൊടുക്കാതെ ഇവിടുത്തെ ഈ കേരളത്തിലെ ജനങ്ങൾ ഒരു ദിവസത്തെ ജോലി അവർക്ക് പോയി ചെയ്തു കൊടുക്കും. ഇപ്പം എൻ്റെ കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് കഴിയുന്ന ഒരു പാല നിർമ്മാണത്തിന് എന്നെക്കൊണ്ട് കഴിയുന്ന, എൻ്റെ വീട്ടിൽ 5 അംഗങ്ങളുണ്ട്. 5 അംഗങ്ങളും 5 ദിവസം പോയി ജോലി ചെയ്യും. അപ്പോൾ താങ്കളും ജോലി ചെയ്യാൻ തയ്യാറാവും. അപ്പോൾ ഇതിൻ്റെ പകുതി പൈസയിൽ നമുക്ക്, അല്ലെങ്കിൽ 1/4 പൈസയിൽ നമുക്ക് പുതിയ പാലങ്ങൾ നിർമ്മിക്കാൻ ജനപങ്കാളിത്തത്തോടെ കാര്യങ്ങൾ, മഹത് സംഭവങ്ങൾ ചെയ്യണം, മഹത് സംരംഭങ്ങൾ ജനപങ്കാളിത്തത്തോടെ ചെയ്യണം എന്നതാണ് രാമസേതുവിലൂടെ കിട്ടുന്ന ഏറ്റവും വലിയ സന്ദേശം. ജി, സീതാദേവിയെ തട്ടിക്കൊണ്ടുപോയതിനു ശേഷം വാനരന്മാരും ശ്രീരാമചന്ദ്രനും എല്ലാവരും കൂടി സീതാദേവി അന്വേഷിച്ച് പോവുകയാണല്ലോ. അവസാനം കടലിനടുത്ത് വന്ന് നിൽക്കുകയാണ്, സമുദ്രത്തിൻ്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ്. ഇതിനപ്പുറം അപ്പുറത്താണ് ശ്രീലങ്ക, അങ്ങോട്ടേക്കാണ് കൊണ്ടുപോയത് എന്നുള്ള അറിവും കിട്ടി. അപ്പോൾ ഇനി എങ്ങനെ അത് തീർച്ചപ്പെടുത്തും എന്നുള്ളത് ഇങ്ങനെ നിൽക്കുമ്പം ഹനുമാൻ സ്വാമിയും വന്ന് നിൽക്കുകയാണ്. എല്ലാവരും ആലോചിക്കുന്നുണ്ട് എങ്ങനെ എന്നുള്ളത്. അപ്പോഴാണ് ജാംബവാൻ ഹനുമാൻ സ്വാമിയെ ഓർമ്മപ്പെടുത്തുന്നത്, നിനക്ക് മാത്രമേ ഈ ഇത് സാധിക്കുകയുള്ളൂ, കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ, നീ പോയി കണ്ടെത്തണം. അപ്പോഴാണ് സ്വാമിക്ക് അദ്ദേഹത്തിൻ്റെ ശക്തി മനസ്സിലായി. അദ്ദേഹം ശ്രീരാമനാമം ജപിച്ചുകൊണ്ട് ആ സമുദ്രം കടന്ന് ലങ്കയിലെത്തുകയാണ്. സീതാദേവിയെ കണ്ടുപിടിച്ച് തിരിച്ചു വന്ന് സീതാദേവി ഇരിക്കുന്ന സ്ഥലം പറയുന്നു. അപ്പം എന്നിട്ട് നിശ്ചയിക്കുന്നത് എങ്ങനെയാണ്? സമുദ്രം കടന്ന് അങ്ങോട്ട് പോകണം. അതെങ്ങനെ സാധിക്കും? അപ്പം ഒരു പാലം കെട്ടിയാലേ സാധിക്കുകയുള്ളൂ. അപ്പോൾ ശ്രീരാമചന്ദ്രൻ വാനരന്മാരോട് ചേർന്ന് ഒരു സേതു നിർമ്മിക്കുകയാണ്. ഇതിൽ ഒന്ന് ചിന്തിക്കുമ്പം ഇത് തോന്നുന്നത്, രാമഭക്തനായിട്ടുള്ള ഹനുമാൻ സ്വാമിക്ക് ശ്രീരാമനാമം കൊണ്ട് ആ സമുദ്രം കടക്കാൻ സാധിച്ചു. എന്നാൽ ഭഗവാനായ ശ്രീരാമചന്ദ്രന് സമുദ്രം കടക്കാൻ സേതു നിർമ്മിക്കേണ്ടി വന്നു. ഇതിനെ എങ്ങനെയാണ് ഒരു തത്വത്തിൻ്റെ രീതിയിൽ നോക്കുകയാണെങ്കിൽ എങ്ങനെ അതിനെ നമുക്ക് വ്യാഖ്യാനിക്കാം? വളരെ
ദുർഘടാത്മകമായ ഒരു ചോദ്യമാണ്. അപ്പോൾ അതിലേക്ക് ഒരു ഉത്തരം ഉണ്ട്. സാധാരണ ഗുരു മനസ്സിലെ അന്ധകാരങ്ങളെല്ലാം മാറ്റി നേർവഴിക്ക് നടത്തുന്ന ഒരാളാണ് ഗുരു. പക്ഷെ എങ്ങനെയാണ് അദ്ദേഹം ഈ അന്ധകാരം മാറ്റിത്തരുന്നത്? ഇപ്പം എന്നോട് അവധൂതജി പറയുകയാണ്, ഇയാളുടെ മനസ്സിലുള്ള അന്ധകാരങ്ങളെല്ലാം മാറ്റണം എന്ന് പറഞ്ഞാൽ ഞാൻ പറയും അതെ. 2 ദിവസം കഴിഞ്ഞിട്ട് എന്നോട് ചോദിച്ചു അന്ധകാരമെല്ലാം മാറിയോ? ഞാൻ പറയും അതെ. പക്ഷേ അന്ധകാരം മാറ്റണമെന്ന് പറഞ്ഞു, ഞാൻ തിരിച്ച് ഗുരുവിനോട് വന്ന് കള്ളം പറഞ്ഞു മാറ്റിയെന്ന് പറഞ്ഞു. ഇപ്പോഴും എൻ്റെ മനസ്സിൽ എന്തുണ്ട്? അന്ധകാരമുണ്ട്. അപ്പം അദ്ദേഹത്തിന് മനസ്സിലായി അന്ധകാരം അവിടെ ഉണ്ട്. ഇനി അദ്ദേഹം എനിക്ക് ഒരു പ്രാക്ടിക്കലായിട്ടുള്ള ഒരു വർക്ക് തരികയാണ്, ഇത് ചെയ്തിട്ട് വരിക. ആ പ്രാക്ടിക്കലായിട്ടുള്ള വർക്ക് ഒരു പുസ്തകം വായനയാകാം, അല്ലെങ്കിൽ ഒരു കഥ പറഞ്ഞു തന്നിട്ട് അതിൽ കുറച്ച് എക്സസൈസ് തരുന്നതാകാം, അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ പോയി ഒരു സേവനം ചെയ്തിട്ട് വരാൻ പറയുന്നതാകാം. അതിലൂടെ അദ്ദേഹം ഏത് കാര്യത്തിലാണോ ഉദ്ദേശിച്ചത് ആ കാര്യം അദ്ദേഹം വിജയിക്കും. അങ്ങനെ എൻ്റെ മനസ്സിൽ അന്ധകാരം മാറുകയും ചെയ്യും. ഇവിടെ ശ്രീരാമൻ ദൈവികത്വം കൊണ്ട് വലിയ ശക്തിയുണ്ട്. എന്നാൽ ഭക്തനായ ഹനുമാൻ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞ് നേരെ അപ്പുറത്ത് പോയി. ദൈവത്തിനത് കഴിയുന്നില്ല. അതാണ് അങ്ങയുടെ ചോദ്യം. അത് കഴിയാത്തതല്ല. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ മനസ്സിൻ്റെ അന്ധകാരം. അപ്പം ദൈവമെന്ന് പറയുന്നതും ഗുരുവിനെ പോലെയാണ്. ഗുരു മനസ്സിലെ അന്ധകാരം മാറ്റിത്തരുന്നത് പോലെ ദൈവം നമ്മുടെ മനസ്സിലെ അന്ധകാരത്തെ മാറ്റി നമ്മളെ പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരും. അതായത് നമുക്കെന്താ പറയാം, പ്രായോഗിക തലം എന്ന് പറയുമ്പോൾ ഒരു പ്രാക്ടിക്കൽ തോട്ട് നമ്മുടെ ഇതിൽ വരണം, തലയിലോട്ട് വരണം. കാര്യം അവിടെ ഒരു ദുർഘടം വരുമ്പോൾ ദൈവം തന്നെ അടുത്ത് ചാടി അപ്പുറത്തങ്ങ് പോകുന്നു, അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ കൈ ഇങ്ങനെ പിടിക്കുന്നു, അവരെയും കൊണ്ട് ദൈവം അങ്ങ് പോകുന്നു. ഇത് നടക്കുമായിരുന്നു. പക്ഷെ നാളെ അദ്ദേഹം ഒരു അവതാരമാണ്. ഈ അവതാരം അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ഇവർക്ക് വീണ്ടും ഇവിടെ, മനുഷ്യർക്ക് വീണ്ടും ഇവിടെ ജീവിക്കണം, അല്ലെങ്കിൽ അവരുടെ പിന്നാലെ വരുന്ന ആളുകൾക്ക് ജീവിക്കണം. അങ്ങനെ വരുമ്പോൾ അവിടെ ഒരു പാലം ആവശ്യമാണ്. ഇന്ന് ഇവിടെ രാഷ്ട്രീയക്കാരെല്ലാം നദികളെ ബന്ധിപ്പിച്ച് പാലം കെട്ടുന്നല്ലോ. ഈ ആശയം ഇവർക്ക് എവിടെ നിന്നാണ് കിട്ടിയേ? 24 മണിക്കൂറും രാമനെതിരെ സംസാരിക്കുന്ന ഇവർക്ക് നദി, സേതുബന്ധനം, അല്ലെങ്കിൽ പാലം, അല്ലെങ്കിൽ ബ്രിഡ്ജ് എന്നൊക്കെ പറയുന്ന ഈ ആശയം അവർക്ക് ആദ്യമായി കിട്ടുന്നത് രാമായണത്തിൽ നിന്നാണ്. അന്ന് രാമൻ ഇവരെല്ലാം കൈപിടിച്ച് അപ്പുറത്ത് കൊണ്ടുപോയിരുന്നുവെങ്കിൽ ഇന്നും പാലം ഒരു സാങ്കല്പിക മാത്രമായിരിക്കും. അപ്പം അവിടെ ഒരു ഏറ്റവും വലിയ ദുർഘടമാണ്. ഒറ്റയ്ക്ക് പോയാൽ മാത്രം പോരാ, ആയുധവും കൂടെ കൊണ്ടുപോകണം. ഇതിനു മുമ്പ് ഒരു കാര്യം കൂടെ അങ്ങ് ഓർമ്മിക്കണം, അല്ലെങ്കിൽ അങ്ങ് നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുമുണ്ട്. ഇവിടെ സീതയെ കൊണ്ടുപോകുന്നത് രാമൻ്റെ അവതാര ഉദ്ദേശം പൂർണ്ണമാകാൻ വേണ്ടിയാണ്. ഈ സീത പോകുന്നത്, സീത ഇങ്ങനെ പോകുമെന്നും അല്ല സീത ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകുമെന്നും ശ്രീരാമന് തീർച്ചയായിട്ടും അറിയാം. അത് അദ്ദേഹത്തിൻ്റെ അവതാര ഉദ്ദേശം പൂർണ്ണമാക്കാൻ വേണ്ടി. അങ്ങനെ അവതാര ഉദ്ദേശം പൂർണ്ണമാക്കാൻ വേണ്ടി ഇതൊന്നും വേണ്ട, ഇദ്ദേഹത്തിന് നേരെ പോയി സീതയെ കണ്ടുപിടിക്കുകയും വേണ്ട. അതായത് ഈ നമ്മുടെ ഹനുമാനെ അയച്ചു അവിടെ ഉണ്ടോ എന്ന് നോക്കേണ്ട കാര്യം വേണ്ട. അദ്ദേഹത്തിന് ഇക്കരെ നിന്ന് മനസ്സിലൂടെ കാണാം അക്കരെ ആരുണ്ടെന്ന് കാണാം. പക്ഷെ അതല്ല, ഇങ്ങനെ ഒരാളിനെ ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോയാൽ, പ്രത്യേകിച്ച് രാക്ഷസനാണ് പിടിച്ചുകൊണ്ട് പോയത്, അപ്പോൾ അവരുടെ സ്ഥിതി എന്താകും?
അങ്ങനെ ആരെ എവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോയാലും അതിൻ്റെ കാര്യം അറിഞ്ഞ് അവരെ തിരിച്ചുകൊണ്ട് വന്ന് ആരാണോ പിടിച്ചുകൊണ്ട് പോയത് അവനെ വകവരുത്തുകയും വേണം. അപ്പം അങ്ങനെ വകവരുത്തണമെങ്കിലോ പാലം ആവശ്യമാണ്, അല്ലേ? പാലമില്ലാതെ അപ്പുറത്ത് പോകാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ഇദ്ദേഹത്തിന് ഹനുമാനേക്കാൾ വളരെ, അതായത് അദ്ദേഹത്തിന് പ്രാർത്ഥിച്ചുകൊണ്ട് രാമരാമ എന്ന് പറഞ്ഞിട്ട് ഹനുമാന് അപ്പുറത്ത് പോകാൻ കഴിഞ്ഞുവെങ്കിൽ ഇദ്ദേഹത്തിന് അതിനേക്കാൾ എളുപ്പത്തിൽ കഴിയും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മനുഷ്യരെല്ലാം കർമ്മം ചെയ്യാത്തവനായിപ്പോവും. അവൻ എപ്പോഴും ഈശ്വരനെ പ്രാർത്ഥിച്ചിട്ട് ഓരോ കാര്യവും അങ്ങ് ചെയ്യും. കാര്യം ഈശ്വരൻ തന്നെ മാതൃകയായാൽ മാത്രമേ, ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരു മാതൃകയായിട്ടുള്ള ഒരു കുട്ടിയുണ്ടെങ്കിൽ ബാക്കിയുള്ള വീട്ടിലൊക്കെ പറയും, ഇന്നാരെ കണ്ട് പഠിക്കടാ, ഇന്നാരെ കണ്ട് പഠിക്കടാ. നമ്മൾ പറയും, അവനെ നോക്ക്, അവൻ വേറെ ഒന്നും ചെയ്യുന്നില്ലല്ലോ, കൃത്യമായി പഠിക്കാൻ പോകുന്നു, കൃത്യമായി മടങ്ങി വരുന്നു, ഇടയ്ക്ക് ലേറ്റാവുകയാണെങ്കിൽ ഞാൻ ഇന്നടത്ത് നിൽക്കുന്നുവെന്ന് വിളിച്ചു പറയുന്നു, വേറെ ഒരു കുഴപ്പത്തിനും പോകുന്നില്ല. ഇതൊക്കെയല്ലേ നമ്മൾ സാധാരണ നാട്ടുകാരൊക്കെ വീട്ടുകാർ മക്കളോട് പറയുക. അപ്പോൾ അവിടെ മാതൃകകളെ നമ്മൾ എന്നും അംഗീകരിക്കുന്ന കൂട്ടത്തിലാണ്. ഇവിടെയും ദൈവം അദ്ദേഹം ഒരു മാതൃകയാവുകയാണ്. അദ്ദേഹം ഒരു മാതൃകയായി അതിന് ആ സാഹചര്യം ഒരുക്കി ബാക്കിയുള്ളവരെ അങ്ങനത്തെ ഒരു ഭാഗം ബോധ്യപ്പെടുത്തി ചെയ്യുകയാണ്. നാളെ അദ്ദേഹം ഇല്ലെങ്കിലും എപ്പോഴും ദൈവത്തിൻ്റെ സഹായം നമുക്കുണ്ടാവണമെന്നില്ല. അപ്പോൾ ദൈവത്തിൻ്റെ സഹായം ഇല്ലെങ്കിലും നമ്മൾ ഇതെല്ലാം ചെയ്യണം. അവിടെ നിന്നവരെല്ലാം നോക്കുക, അതെല്ലാം വിഷ്ണുവിൻ്റെ അംശമാണ് അവിടെ നിൽക്കുന്നത്. ആ വാനരന്മാരിലും ജാമ്പവാനിലും എല്ലാം രാക്ഷസന്മാരിലും എല്ലാം അദ്ദേഹത്തിൻ്റെ അംശമാണുള്ളത്. ആ അംശം അവിടെ പൂർണ്ണമാണ്. പക്ഷെ ആ അംശം അവൻ അകത്ത് വെച്ചിട്ടോ ചെയ്യുന്നില്ല. ആ തന്നിലേക്ക് ആ അംശം ഉണ്ടെന്ന് ആര് തിരിച്ചറിഞ്ഞു? ഹനുമാനെ പോലുള്ളവർ തിരിച്ചറിയുന്നുണ്ട്. ബാക്കിയുള്ളവർക്കൊന്നും ആ അംശം അറിയാൻ കഴിയുന്നില്ല. അപ്പോൾ അവരെ പ്രവൃത്തിയിലൂടെ, പ്രവൃത്തിയാണ് ഏറ്റവും വലിയ മാർഗം, ഉന്നതിയിലേക്ക് എത്താനുള്ള, എന്തും സാധ്യമാകാനുള്ള ഏറ്റവും വലിയ മാർഗമെന്ന് പറയുന്നത് പ്രവൃത്തിയാണ് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഭഗവാൻ രാമസേതു നിർമ്മിക്കുന്നത്. അല്ലാതെ അദ്ദേഹത്തിന് അപ്പുറത്തൊറ്റച്ചാട്ടത്തിന് പോകാൻ കഴിവില്ലായ്മ അല്ല. ജി, അങ്ങ് കുറേയേറെ രാമായണങ്ങളെക്കുറിച്ച് പറഞ്ഞു, പല വിധത്തിൽ ഉള്ള രാമായണങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഓരോന്നിലും വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങളുണ്ട്. രാമായണ കഥയെക്കുറിച്ചും അതിൻ്റെ തത്വത്തെക്കുറിച്ചൊക്കെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളാണ്. എന്നാൽ നമ്മൾ മലയാളികൾ കൂടുതലായിട്ടും രാമായണത്തെ അറിയുന്നത് എഴുത്തച്ഛൻ്റെ ആധ്യാത്മിക രാമായണത്തെക്കുറിച്ച്, അതിലൂടെയാണ്. അപ്പം അങ്ങേക്ക് ഈ ആധ്യാത്മിക രാമായണത്തെക്കുറിച്ച് കൂടുതലായിട്ട് വിശദീകരിക്കാൻ സാധിക്കുമോ? സാധിക്കും. ഈ എഴുത്തച്ഛൻ രാമായണത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഒരു 2-3 മിനിറ്റ് കൊണ്ട് മലയാളത്തിലെ രാമായണം ഒരു പരിചയപ്പെടുത്തൽ ആവശ്യമാണ്. മലയാളത്തിൽ ആദ്യമായിട്ടൊരു രാമായണം തമിഴ് എന്നാണ് അത് അറിയപ്പെടുന്നത്. തമിഴ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴിൽ ഭാഷയിലുള്ള രാമായണമെന്നല്ല. അന്ന് ആ രാമായണം എഴുതുന്ന കാലത്ത് ഇവിടുത്തെ ഭാഷ തമിഴ് എന്നാണ് അറിയപ്പെടുന്നത്. എന്നുവെച്ചാൽ ഇന്നത്തെ മലയാളത്തിനോട് അടുത്തൊരു ഭാഷ തന്നെയാണ്, പക്ഷേ അത് തമിഴ്നാടുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണല്ലോ നമ്മൾ. അപ്പോൾ രാമായണം തമിഴ്, അതൊരു ഗദ്യശൈലിയാണ്, ഗദ്യത്തിലാണ് എഴുതിയിരിക്കുന്നത്. ഇത് ആരാണ് എഴുതിയെന്ന് പണ്ടത്തെ ആൾക്കാർ, ഏറെക്കുറെ ആൾക്കാർ എഴുതുന്നവർ അവരുടെ ഒരു പ്രാധാന്യം കൊടുക്കാറില്ല. അത് കഴിഞ്ഞിട്ട് ഒരു തിരുവിതാംകൂർ രാജാവ് എഴുതിയെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു രാമായണം, രാമചരിതം, അതിനെ മറ്റൊരു പേരിലും അറിയപ്പെടും ഈ രാമചരിതമെന്നും അറിയപ്പെടും. അതൊരു ചീരാമൻ, ചിലപ്പോൾ പേര് ശ്രീരാമനായിരിക്കാം. അന്നത്തെ ഭാഷ ഇപ്പം തമിഴിൻ്റെ ഒരു പ്രഭാവം കൊണ്ടായിരിക്കാം ചീരാമൻ. ഇപ്പോൾ തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഷാ കാണില്ലല്ലോ. ഷായ്ക്ക് പകരം ശക്തി എന്നവിടെ ശിവക്ഷേത്രത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് ഷാ എന്ന അക്ഷരം വെച്ചാൽ എഴുതി വയ്ക്കുക, ചക്കി എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്.
ഷാക്കും ചാക്കും ഒരേ അക്ഷരമാണ് തമിഴിൽ, അക്ഷരങ്ങൾ കുറവാണ്. പിന്നെ സാഹചര്യം അനുസരിച്ച് അതിനെ ഷായെന്നോ ചായെന്നോ അത് അവർക്കറിയാം, ആ ഭാഷ പഠിക്കുന്നവർക്കറിയാം. അതുകൊണ്ടായിരിക്കാം ഈ ശ്രീ എന്തായിപ്പോയത്, ചി ആയിപ്പോയത്. അതിൻ്റെ പ്രഭാവം തന്നെ ആയിരിക്കാം. ഈ ശ്രീരാമൻ എന്ന വ്യക്തിയാണ്, അദ്ദേഹത്തിൻ്റെ പേര് ശ്രീരാമൻ എന്നാകാം. അതിൽ യുദ്ധകാന്ഡം മാത്രമേ ഉള്ളൂ, രാമായണത്തിലെ യുദ്ധകാന്ഡം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകുന്നു, അന്ന് യുദ്ധത്തിനാണ് വലിയ പ്രാധാന്യം. പിന്നീട് ഒരു അയ്യപ്പിള്ള ആശാൻ, എനിക്ക് തോന്നുന്നു അവരെയാണ് കോവളം കവികൾ എന്നൊക്കെ, അത് കുറച്ച് 4-5 പേര് 2-3 പേര് ചേർന്നതാണ് കോവളം കളി എന്ന് അറിയപ്പെടുന്നത്. ഈ കോവളം കവികൾ എഴുതിയ രാമകഥാ പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൃത്തമാണ്, ഒരു പ്രത്യേക ശൈലിയിൽ. അതുകൊണ്ട് നമ്മളെ മലയാളത്തിൻ്റെ ആദ്യകാല സാഹിത്യമൊക്കെ പഠിക്കുമ്പോൾ പാട്ട് ശൈലി എന്നുണ്ട്. ഒരു പ്രത്യേക വൃത്തത്തിൽ എഴുതുന്ന, സംഗീതാത്മകമായിട്ട് എഴുതുന്ന രീതിയാണ്. അതിലും എന്ത് മാത്രമേ ഉള്ളൂ, യുദ്ധകാന്ഡം മാത്രമേ ഉള്ളൂ, അവിടെയും പൂർണ്ണമല്ല. അത് ഈ രാമകഥാ പാട്ട് കഴിഞ്ഞിട്ട് ഏതാണ്ട് 15-ാം ശതകം ഉത്തരാർത്ഥത്തിൽ വരുന്നതാണ് കണ്ണശ്ശ രാമായണം. അതായത് കരുണേശൻ എന്നൊരു വ്യക്തി ഒരു സംസ്കൃതത്തിലെ മഹാപണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിൻ്റെ 2 പുത്രന്മാരും സഹോദരിയുടെ ഒരു മകനും കൂടെ ചേർന്നതാണ് കണ്ണശ്ശന്മാർ എന്നറിയപ്പെടും. ഈ കണ്ണശ്ശൻ പറമ്പെന്നറിയപ്പെടുന്നത് കോട്ടയം ജില്ലയിലാണ്. അതിൽ ഈ കരുണേശൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു മകൻ ഇവിടെ നമ്മുടെ മലയൻകീഴുണ്ടല്ലോ, മലയൻകീഴ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് വസിച്ചിരുന്നതായിട്ട് പറയുന്നു. അപ്പോൾ അവരെ 2 പേരെയും ഞാൻ എടുക്കുന്നില്ല. നമ്മുടെ അതിലൊരാളുടെ പേരാണ്, സഹോദരിയുടെ മകൻ്റെ പേരാണ് രാമപ്പണിക്കർ. രാമപ്പണിക്കറാണ് കേരളത്തിൽ ആദ്യമായി നല്ലൊരു രാമായണം എഴുതുന്നത്. അതായത് അന്ന് വരെ ഉണ്ടായിരുന്ന, പ്രചാരത്തിലുണ്ടായിരുന്ന രാമായണത്തിലെ ആവശ്യമില്ലാത്ത അനേക ഭാഗങ്ങൾ അദ്ദേഹം നീക്കിക്കളഞ്ഞിട്ട് പാട്ട് ശൈലിയിൽ അദ്ദേഹം നല്ല രീതിയിൽ ഒരു രാമായണം എഴുതി. ആ രാമായണത്തിൻ്റെ പേര് കണ്ണശ്ശ രാമായണമെന്നാണ്. എന്തുകൊണ്ടാണെന്നറിയില്ല, ഈ രാമായണത്തിന് അധികം പ്രശസ്തിയൊന്നും കിട്ടിയിട്ടില്ല. അതിന് കാരണം ഈ രാമായണത്തിൻ്റെ യുദ്ധകാന്ഡം മാത്രമേ ഈ അടുത്ത കാലം വരെ ലഭ്യമായിരുന്നുള്ളൂ. ബാക്കിയുള്ള ഭാഗം നമ്മുടെ ഈ അടുത്ത ഒരു 5 വർഷത്തിന് ഇടയ്ക്ക് മരിച്ച മലയാളത്തിലെ ഒരു പ്രസിദ്ധനായ ഒരു സാഹിത്യകാരനായിരുന്നു പുതുശ്ശേരി സാറ്, പുതുശ്ശേരി രാമചന്ദ്രൻ, അങ്ങനെയാണെന്നാണ് അത് എൻ്റെ ഓർമ്മ. അദ്ദേഹം ഈ രാമായണത്തിനെ എഡിറ്റ് ചെയ്തു. ഓടി നടന്ന കുറേ ഭാഗങ്ങൾ അദ്ദേഹത്തിന് അങ്ങനെയും ഇങ്ങനെയൊക്കെ കിട്ടി. അത് പല ലൈബ്രറികളുടെ സഹായത്തോടെ, കൈയെഴുത്ത് പ്രതികളുടെ സഹായത്തോടെ, ഈ എനിക്ക് തോന്നുന്നു ഒരു 10 വർഷത്തിനകത്തേ ആയിട്ടുള്ളൂ കണ്ണശ്ശ രാമായണം പൂർണ്ണമായിട്ട് പ്രസിദ്ധീകരിച്ചിട്ട്. അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക കഴിവ്. 10-15 വർഷമാകും. അതുകൊണ്ടായിരിക്കും ഈ രാമായണം കേരള ജനതയുടെ കഴുത്തിലെ മാലയായി തീരാത്തത്. ഇത് ആദ്യമേ ഇങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ നമ്മുടെ എഴുത്തച്ഛൻ്റെ രാമായണം ഇന്ന് കേരളത്തിൽ അറിയപ്പെടാൻ സാധ്യത വളരെ കുറവായിരുന്നു. അടുത്ത് വരുന്നത് എഴുത്തച്ഛൻ രാമായണമാണ്. അതിനുശേഷം രാമായണം ചമ്പു, പുനൻ നമ്പൂതിരി എന്ന് പറയുന്ന ഒരാൾ രാമായണം ചമ്പു എഴുതി. അത് മണിപ്രവാള ശൈലിയാണ്, അതായത് സംസ്കൃതവും മലയാളവും കൂടെ കലർന്നു വരുന്ന ഒരു ശൈലിയാണ്. പിന്നീട് കേരളവർമ്മ രാമായണം, അതായത് രാജവീര കേരളവർമ്മയാണ് ആ രാമായണം എഴുതിയത്. അതാണ് മലയാളത്തിലെ പ്രാചീന രാമായണങ്ങളിൽ ഒടുവിൽ വരുന്നത്. അപ്പോൾ ഇതിന് തൊട്ട് മുമ്പ് വരുന്നതാണ് അധ്യാത്മ രാമായണം. അത് 1575 1650 ഇതിനിടയ്ക്കാണ് ഈ രാമായണം എഴുതുന്നത്. നമ്മുടെ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് രാമൻ എന്നായിരുന്നു. രാമൻ.
രാമൻ സന്യാസം സ്വീകരിച്ചു. സന്യാസം സ്വീകരിച്ചപ്പോൾ രാമാനന്ദനായി. ആ പേര് പറഞ്ഞ് പിന്നീട് രാമാനുജനായി. ഈ എഴുത്തച്ഛൻ എന്ന് പറയുമ്പോൾ പേരുകൊണ്ട് തന്നെ വ്യക്തമാണ്. അതായത് എഴുത്തിനിരുത്തുന്ന അച്ഛൻ. ഇവരുടെ കുടുംബക്കാർ ഇത്തിരി അറിവുള്ളവരായിരുന്നു. അതുകൊണ്ട് ഇവരെ ഇപ്പോഴും ഈ തുഞ്ചൻ പറമ്പിൽ കൊണ്ടുപോയിട്ട് എഴുത്തിനിരുത്തുന്ന ഒരു ശൈലി ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു കാര്യം കൂടെ ശ്രദ്ധേയമാണ്. കേരളത്തിലെ ഇത്രയും അധികം പ്രസിദ്ധനായി തീർന്ന തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ ഒരു പ്രതിമ അദ്ദേഹത്തിൻ്റെ ദേശത്ത് ഇനിയും സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് ഇവിടുത്തെ ഘോരം പ്രസംഗിക്കുന്ന രാഷ്ട്രീയക്കാർ മറുപടി പറയേണ്ടതാണ്. അത് ഏത് രാഷ്ട്രീയക്കാരനോ, രാഷ്ട്രീയക്കാരൻ ഞാൻ പറയുന്ന അവരാണല്ലോ ഭരണകർത്താവ്. കേരളത്തിൽ ഇത്രയധികം പ്രശസ്തിയുള്ള ഒരു മഹത് വ്യക്തിയുടെ പ്രതിമ അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലത്ത് പ്രതിഷ്ഠിക്കേണ്ടതില്ലേ? അപ്പോൾ അത് പ്രതിഷ്ഠിക്കാതിരിക്കുന്നതിന് എന്താണ് ഭരണകർത്താക്കൾ? അത് ഭരണകർത്താവ് ആരും ആവട്ടെ, ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ആവട്ടെ, അവരെന്താണ് ഒളിച്ചു വിളിക്കുന്നത്? അതിനവർ കേരള ജനതയുടെ മുന്നിൽ ഒരു വ്യക്തവും സ്പഷ്ടവുമായ മറുപടി പറയണം. അതും ഈ രാമായണ മാസത്തിൽ രാമഭക്തർ ഒന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ എഴുത്തിനിരുത്തുന്ന കുടുംബമാണ്. ഇന്നും തുഞ്ചൻ പറമ്പിൽ കൊണ്ടുപോയി എഴുത്തിനിരുത്തിയാൽ വളരെ നല്ലതാണെന്ന് പറഞ്ഞിട്ട് ഈ സമയത്ത് തുഞ്ചൻ പറമ്പിൽ ആൾക്കാർ എഴുത്തിന് കൊണ്ടുപോകുന്ന ഇതാണ്. ഇദ്ദേഹം എഴുതിയ രാമായണം അധ്യാത്മ രാമായണം കിളിപ്പാട്ട്. ശ്രദ്ധിക്കുക, കിളിപ്പാട്ട്. ഈ കിളിപ്പാട്ട് എന്ന് വെച്ച് തന്നെ അതിൻ്റെ സംസ്കൃതം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശുഗഗാനം. ശുഗം എന്ന് വെച്ചാൽ പക്ഷി കാണുക എന്നാണ് ശുഗഗാനം. ഈ ശുഗഗാനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷികൾ പാടുന്നു. ഈ ഇടയ്ക്കൊരു കാര്യം പറഞ്ഞില്ല, ഇദ്ദേഹം ഒരു ചക്കാല സമുദായം എന്നൊക്കെ പറയില്ല, എണ്ണയാട്ട്. ഇദ്ദേഹത്തിൻ്റെ കുലത്തൊഴിൽ എന്നൊക്കെ പറയുന്നത് എണ്ണയാട്ടാണ്. അക്കാലത്ത് ഇദ്ദേഹത്തെ ബ്രാഹ്മണന്മാരൊക്കെ ആക്ഷേപിക്കുമായിരുന്നു. അന്ന് ബ്രാഹ്മണന്മാർക്ക് ഇദ്ദേഹം ഒരു കവിതയിലൂടെ മറുപടി കൊടുത്തു. കവിതയൊന്നും ഞാനിവിടെ പറയുന്നില്ല. അതിൻ്റെ മറുപടി ഇങ്ങനെയാണ്: ഈ ചക്കാലയുടെ ചക്കിൽ 4 മാടും 6 മാടും എന്ന് വെച്ചാൽ 4 വേദങ്ങളും എനിക്കറിയാം, 6 ശാസ്ത്രങ്ങളും അറിയാം. ഇങ്ങനെ 4ഉം 6ഉം അറിഞ്ഞു കഴിഞ്ഞാൽ ലോകത്തുള്ള എല്ലാ അറിവും ഹൃദ്യമാണ്. എന്നെ ആക്ഷേപിക്കുന്ന നിനക്കൊക്കെ ഈ 4ഉം 6ഉം അറിയാമോ? അപ്പോൾ അവിടെ ഈ ചതുർവേദി എന്നൊക്കെ ഉണ്ടല്ലോ, ദ്വിവേദി എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 വേദം അറിയാമെന്നുള്ള ആളിനെയാണ് ബ്രാഹ്മണ സമുദായത്തിൽ 3 വേദം അറിയാം. ത്രിപാഠി എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ്വിവേദി എന്ന് വെച്ചാൽ 2 വേദം അറിയാം, ത്രിപാഠി എന്ന് വെച്ചാൽ 3 വേദം അറിയാം, ചതുർവേദി എന്ന് വെച്ചാൽ 4 വേദം അറിയാം. പക്ഷേ ഇവരുടെ പൂർവികർക്ക് അറിയാമായിരുന്നു. ഇവർക്കൊക്കെ വേദം കണ്ടിട്ട് ഇപ്പോഴും നിലവിലുള്ള ചതുർവേദിക്ക് വേദം ഒരു വേദമെങ്കിലും ഏകവേദിയെങ്കിലും ആയിരുന്നെങ്കിൽ മതിയായിരുന്നു. അത് കണ്ടിരിക്കാനുള്ള സാധ്യത ഇല്ല, അതുപോലെ എന്ന് മറുപടി കൊടുത്തിട്ടുണ്ട്. അത്ര വളരെ ബുദ്ധിപൂർവമായിട്ട് ഉള്ള മറുപടിയാണ്. ഇതാ അദ്ദേഹത്തെ അവിടെ നിന്ന് അവസാന കാലഘട്ടത്തിൽ എന്തെല്ലാമോ പ്രശ്നങ്ങളുടെ പേരിൽ അവിടെ നിന്ന് ഓടിച്ചു. പിന്നെ അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് പാലക്കാട്ട് ഒരു അഗ്രഹാരം എന്ന് വെച്ചാൽ ബ്രാഹ്മണരുടെ വാസസ്ഥലമാണല്ലോ, അവിടെ അഗ്രഹാരത്താണ് താമസിച്ചതെന്ന് പറയുന്നുണ്ട്. ആ ചരിത്രത്തിലേക്ക് പോകുന്നില്ല, അതിൻ്റെ കാര്യകാരണത്തിലേക്കും പോകുന്നില്ല. അതൊക്കെ പറയുമ്പോൾ മറ്റ് പല പ്രതിസന്ധികളും ഉണ്ടാകും. അതുകൊണ്ട് അങ്ങോട്ട് പോകാതെ വീണ്ടും കിളിപ്പാട്ടിലേക്ക് വരാം. ശുഗഗാനം. ഈ ശുഗഗാനം എന്ന് പറയുന്നത് തമിഴിലൊരു എഴുത്തുണ്ട്. തമിഴിൽ അത് കിളിവിടുത്തു എന്ന് പറയും. കിളിവിടുത്തു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആഴ്വാന്മാരെ കുറിച്ച് പറഞ്ഞല്ലോ. ഈ ആഴ്വാർ സമുദായം എന്ന് പറയുന്ന ആ കിളിയെ വിളിച്ചിട്ട് ആഹാരം കൊടുക്കും. ആഹാരം കൊടുത്തിട്ട് ഇവർ കിളിയോട് ഓരോന്ന് പറയും. കാര്യം സാധാരണ ആൾക്കാരോട് പറഞ്ഞാൽ ഇവിടെ ആരും ശ്രദ്ധിക്കുന്നില്ല. മനസ്സിലായോ? അതൊരു മനഃശാസ്ത്രമാണ്. കിളിയോട് പറയും. കിളിയോട് പറയുമ്പം കിളിയോട് സംസാരിക്കുക, അപ്പോൾ ആൾക്കാർ ശ്രദ്ധിക്കും അതെന്താണ് പറയുന്നതെന്ന്, കുറച്ചെങ്കിലും മനസ്സിലാകട്ടെ എന്നുള്ള രീതിയാണ്. അപ്പോൾ അവിടെ കിളി വിടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിളിയോട് സംസാരിക്കുന്ന ഒരു രീതിയാണ്. പിന്നെ ഭാരതത്തിൻ്റെ മൊത്തം സാഹിത്യം എടുക്കുമ്പം പ്രധാനമായിട്ടും വരുന്നത് സംസ്കൃതവും ഹിന്ദിയാണ്.
ഈ മയൂര സന്ദേശം അങ്ങനെയൊക്കെ ഉള്ള ഇതറിയാമല്ലോ, മേഘദൂത് അതൊക്കെ അറിയാമല്ലോ. പണ്ട് കാലത്ത് മനുഷ്യരെ തമ്മിൽ ബന്ധിപ്പിക്കാൻ വേണ്ടി പ്രകൃതിയെയും പക്ഷികളെയും ഉപയോഗിച്ചിരുന്നു. അതാണ് മേഘ സന്ദേശം അങ്ങനെയൊക്കെ വരുന്നത്. ഈ ഹിന്ദിയിൽ തന്നെ ഹിന്ദി ഭാഷയിൽ എടുക്കുമ്പോഴത്തേക്കും ഹിന്ദി ഭാഷയിലെ ആദ്യത്തെ കാവ്യം, ഒരു പ്രാചീന കാവ്യം എന്ന് പറയുന്നത് ചന്ദ്ബർദായി എന്ന് പറയുന്ന കവി എഴുതിയ പൃഥ്വിരാജ് രാസയാണ്. അതിൽ ശുഗ സംവാദമാണ്, അതായത് പക്ഷികളെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയിപ്പിക്കുന്ന രീതി. അപ്പോൾ ഇത്രയും കിളിയോട് പറയുന്ന രീതി, കിളികളെ കൊണ്ട് പറയിപ്പിക്കുന്ന രീതി, കിളികളിലൂടെയോ പ്രകൃതി വസ്തുക്കളിലൂടെയോ സന്ദേശം എത്തിക്കുന്ന രീതി. പക്ഷെ ഇവിടെ നമ്മുടെ കിളിപ്പാട്ടെന്ന് പറയുന്നത് ഈ രീതികളിൽ നിന്നെല്ലാം മാറിയിട്ട് കിളിയെ കൊണ്ട് ഇങ്ങോട്ട് പറയിപ്പിക്കുന്ന രീതിയാണ്. അതായത് ഭഗവാൻ ശിവൻ പാർവതീ ദേവിയോട് നല്ല പുരുഷൻ ആരാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ് സന്ദർഭം. അപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ സ്വന്തം രചന അല്ല. ചിലരെങ്കിലും പറയുന്നു ഇത് മഹാഭാരതത്തിലെ രാമായണത്തെ ഇദ്ദേഹം തർജ്ജമ ചെയ്തു എന്നാണ്. അപ്പം മഹാഭാരതത്തിലെ രാമായണവും അധ്യാത്മ രാമായണവും തമ്മിൽ വ്യത്യാസമുണ്ട്. അതിൽ പറയുന്നത് ഒരു വർണ്ണന ശൈലിയിലും എല്ലാം വ്യത്യാസമുണ്ട്. എന്നാൽ സംസ്കൃതത്തിൽ തന്നെ അധ്യാത്മ രാമായണം എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം 14-ാം നൂറ്റാണ്ടിൽ പ്രസിദ്ധമായിരുന്നു. 14-ാം നൂറ്റാണ്ടിൽ സംസ്കൃതത്തിലൊരു അധ്യാത്മ രാമായണം ഉണ്ടായിരുന്നു. അതിൻ്റെ രചയിതാവ് ആരാണെന്ന് ഇന്നും അറിയില്ല. വരരുചി എന്നൊരു അഭിപ്രായമുണ്ട്. പക്ഷേ എല്ലാ ചരിത്രകാരന്മാരും വരരുചിയുടേതാണെന്ന് സമ്മതിക്കുന്നില്ല. പിന്നെ ഇത് ബ്രഹ്മാണ്ഡ പുരാണത്തിൽ ഉള്ളിൽ ഈ അധ്യാത്മ രാമായണമുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ രചയിതാവ് വ്യാസൻ. എന്തായാലും ഈ കൃതിയുടെ രചയിതാവിനെ നമുക്കിപ്പോൾ അജ്ഞാത രചയിതാവായി കണക്കാക്കാം, സാഹചര്യം അനുസരിച്ച് പല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളതുകൊണ്ട്. ആ അജ്ഞാത കൃതിയായ രാമായണത്തെ അദ്ദേഹം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുകയാണ് ഉണ്ടായത്. പദാനുപദ വിവർത്തനവും അതിൽ തൻ്റേതായ ആശയങ്ങളൊന്നും കുത്തി നിറച്ചില്ല. ഇവിടെ കണ്ണശ രാമായണത്തിൽ രാമൻ പണിക്കർ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ ആശയങ്ങൾ ആ മൂലകഥയെ എടുത്തിട്ട്, അതായത് രാമായണം എന്ന മൂലകഥയെ എടുത്തിട്ട് തൻ്റെ ആശയങ്ങളിലൂടെ അദ്ദേഹം പ്രകടിപ്പിച്ചു. ഇവിടെ അദ്ദേഹം അത് ചെയ്തില്ല. അവിടെ നിന്ന് പദാനുപദ തർജ്ജമയാണ് ഉണ്ടായത്. ഈ രാമായണത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആദ്യമായിട്ട് ഭക്തിയുടെ സ്രോതസ് ഈ അധ്യാത്മ രാമായണത്തിലാണ് ഉണ്ടാകുന്നത്. അതായത് ശ്രീരാമനെ പരമാത്മാവായും ലക്ഷ്മണനെ ജീവാത്മാവായും സീതയെ മഹാമായയായും ചിത്രീകരിച്ചു. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. താങ്കൾ എവിടെയെങ്കിലും പോയി അധ്യാത്മ രാമായണം ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രണ്ടിലൊരു ചിത്രം കാണാം. ആദ്യം ശ്രീരാമൻ, നടുക്ക് സീത, ഇങ്ങറ്റം ലക്ഷ്മണൻ. ഇത് ഈ ചിന്താഗതിയാണ് ഇവിടെ നമുക്ക് തരുന്നത്. അധ്യാത്മ രാമായണത്തിൻ്റെ ഈ ഒരു ചിന്താഗതി ആദ്യമായിട്ട് രാമനെ യഥാർത്ഥ നേരിട്ട് പരമാത്മാവായിട്ട് ചിത്രീകരിച്ചത് ഒന്ന് സംസ്കൃതത്തിൽ, രണ്ട് എവിടെയാണ്? മലയാളത്തിൽ. അപ്പോൾ ആ സംസ്കൃത കൃതിയെ നേരെ ഇങ്ങെടുത്ത് പ്രയോഗിച്ചതാണ് ഇതിൻ്റെ പ്രശസ്തിക്ക് ഏറ്റവും വലിയ കാരണമെന്ന് പറയുന്നത്. ഇത് പാടാനുള്ള, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പാട്ട് ശൈലിയാണല്ലോ, പാടാനുള്ള ശൈലി കാരണം എളുപ്പത്തിൽ പാടാൻ പറ്റുന്നത് കൊണ്ട് ജനങ്ങളുടെ മനസ്സിൽ പതിഞ്ഞു. കുറച്ച് മലയാള ശബ്ദവും സംസ്കൃത ശബ്ദവും. മറ്റേ നമ്മൾ ഇപ്പുറത്ത് കണ്ണശ രാമായണത്തിൽ പോയി കഴിഞ്ഞാൽ അതിൽ തമിഴ് ശബ്ദങ്ങൾ കൂടുതലാണ്. കണ്ണശ രാമായണമൊക്കെ ഒരു പെട്ടെന്ന് എടുത്തു വെച്ച് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. ഞാൻ രാവിലെ വന്നപ്പോൾ എപ്പോഴോ കഴിഞ്ഞ സത്സംഗത്തിൽ എന്തോ പറഞ്ഞല്ലോ കണ്ണശ രാമായണത്തെക്കുറിച്ച്, ഒരു റിസർച്ച് വർക്കിനെ കുറിച്ച് പറഞ്ഞല്ലോ. ആ കണ്ണശ രാമായണം ഒന്ന് വായിച്ച് മനസ്സിലാക്കാൻ തന്നെ ഞാൻ പല തമിഴ് അധ്യാപകരുടെയും സഹായം തേടി. കാര്യം അതിൻ്റെ വ്യാഖ്യാനങ്ങളൊന്നും കിട്ടാനില്ല. അപ്പോൾ പല വാക്കുകൾ കേൾക്കുമ്പം തമിഴാണെന്നറിയാം. അങ്ങനെ തമിഴ് അറിയാമെന്നുള്ള അധ്യാപകരെ പോയി കണ്ട്, നല്ലവണ്ണം അറിയാമെന്നുള്ള അധ്യാപകരെ പോയി കണ്ടാണ് പലപ്പോഴും അർത്ഥം മനസ്സിലാക്കിയത്. അപ്പോൾ ഇതിൽ തമിഴ് പ്രഭാവമുണ്ട്, നമ്മുടെ ഇപ്പുറത്ത് തമിഴ് പ്രഭാവം ഇല്ല. പിന്നെ
സാധാരണക്കാരനായ ഒരു വ്യക്തി എഴുതിയതാണ്. ചിലരൊക്കെ പറയാറുണ്ടല്ലോ, ഞാനെപ്പോഴും ഇങ്ങനെ പറയുമ്പോൾ എന്നെ രാഷ്ട്രീയക്കാർ തല്ലിക്കൊള്ളുമോ എന്ന് അറിഞ്ഞുകൂടാ. രാഷ്ട്രീയക്കാർ എപ്പോഴും ഹിന്ദു മതത്തിലുള്ള ഓരോരോ കാര്യത്തിനെ അങ്ങ് വെല്ലുവിളിക്കുകയാണ്. പക്ഷെ അവരെപ്പോഴെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ അധ്യാത്മ രാമായണം ഒരു ചക്കാല സമുദായത്തിലുള്ള വ്യക്തിയല്ലേ എഴുതിയത് എന്നെപ്പോഴെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? അപ്പോൾ അവർ ഇതിൻ്റെ വർണ്ണവിവേചനം നമ്മൾ അടിച്ചേൽപ്പിക്കുമ്പോൾ താഴ്ന്ന ജാതിക്കാരൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുന്നില്ല, പറയുന്നില്ല. ഉന്നത ജാതിക്കാരൻ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഉന്നത ജാതിക്കാരൻ ചെയ്തു എന്ന് പറയുന്നുണ്ട്. എന്താ ഉന്നത ജാതിക്കാരൻ അത് ചെയ്തുകൂടെ? ചെയ്യാമല്ലോ, അതിനെന്താ തടസ്സം? അവൻ ഉന്നത ജാതിക്കാരനാണെങ്കിൽ, ഞാൻ എപ്പോഴും എങ്കിൽ പ്രയോഗിക്കും, അങ്ങനെ മനുഷ്യരിൽ ജാതി ഉണ്ടെങ്കിൽ അവൻ ഉന്നത ജാതിക്കാരനാണെങ്കിൽ അവനത് ചെയ്യാനുള്ള അർഹതയുണ്ട്. അപ്പോൾ അവനെ മാത്രം വിമർശിക്കാൻ ഇവിടുത്തെ രാഷ്ട്രീയക്കാരന് എന്ത് അർഹതയുണ്ട്? എങ്കിലെന്ത് ചെയ്യണം? അവൻ്റെ രാഷ്ട്രീയ പാർട്ടിയിലുള്ള ഉന്നത ജാതിയിലുള്ളവരെല്ലാം ഇറക്കി വിടണം. മുകൾ തട്ടിലും അതിലുള്ള അണികളും അവരൊരു പ്രസ്താവന ഇറക്കണം. ഞങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി ഏതോ, ഞങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയിൽ ഉയർന്ന സമുദായത്തിലുള്ളവരൊന്നും മെമ്പർഷിപ്പ് എടുക്കാൻ പാടില്ല, അവരുടെ ഒരു വോട്ടും ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് ഇവിടുത്തെ ഒരു രാഷ്ട്രീയക്കാരനും പറയില്ല. ഇപ്പോൾ അങ്ങേക്ക് മനസ്സിലായിരിക്കും അധ്യാത്മരാമായണത്തിൻ്റെ ആ പ്രത്യേകത. ജീവനെ, പരമാത്മാവിനെയും ജീവാത്മാവിനെയും ഒന്നായി കണ്ട് സീതയെ മഹാമായയായി കാണുന്നു. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. ചോകൻജി, നമ്മളിപ്പം ആധ്യാത്മിക രാമായണത്തിൻ്റെ ഒരു പ്രസക്തി പറഞ്ഞല്ലോ. അപ്പം ഓരോ ദേശങ്ങൾക്കും അവരവരുടേതായിട്ടുള്ള ഈശ്വര സങ്കല്പങ്ങളുണ്ട്. അപ്പം ഉത്തരേന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും ശ്രീരാമചന്ദ്രനാണ് പ്രസക്തി, ശ്രീരാമഭക്തരാണ് കൂടുതലുള്ളത്. ഇപ്പം സൗത്ത് ഇന്ത്യയിൽ തമിഴ്നാട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ മുരുക ഭക്തരാണ്. കേരളത്തിൽ നോക്കുമ്പോൾ ദേവി ഭക്തരുണ്ട്, ശിവഭക്തരുണ്ട്, എന്നാൽ കൃഷ്ണഭക്തരും കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. എന്നാൽ ഇതിലൊരു വിരോധാഭാസം ഉള്ളത്, നമ്മൾ ഈ രാമായണ മാസം വരുമ്പോഴത്തേക്ക് എല്ലാവരും രാമായണം പാരായണം ചെയ്യാറുണ്ട്. എന്നാൽ അതിൽ എത്ര പേർ രാമഭക്തരാണെന്നുള്ളത് ഒന്ന് ചിന്തിക്കേണ്ട ഒരു അവസ്ഥയാണ്. രാമഭക്തർ കുറവാണ്, തീരെ ഇല്ലയെന്ന് തന്നെ പറയാം. രാമഭക്തർ കുറവാണെങ്കിലും എഴുത്തച്ഛൻ്റെ ആധ്യാത്മിക രാമായണം നമ്മൾ മലയാളികൾക്ക് അത്രയും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ആ കൃതി. അപ്പം രാമനിലേക്ക് എത്താനുള്ള ഒരു ത്വര ഉള്ളത് കൊണ്ടാണല്ലോ കർക്കിടക മാസത്തിൽ എല്ലാവരും രാമായണം പാരായണം ചെയ്യുന്നത്. അപ്പം ആ പ്രാധാന്യം അത്രയും ഉണ്ട്, ആ ഇൻഫ്ലുവൻസ് അത്രയും ചെലുത്തിയിട്ടുണ്ട്. ഓരോരുത്തരുടെ മനസ്സിലും ആ ഭക്തി വളർത്താൻ അത് സഹായിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ മലയാളത്തിലെ പോലെ മറ്റ് ഭാഷകളിൽ രാമായണ കൃതികൾ ഉണ്ടായിട്ടുണ്ടോ? അതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാം. മറ്റ് ദ്രാവിഡ ഭാഷയിലുള്ള കന്നഡ, തെലുങ്ക്, തമിഴ് തുടങ്ങിയ ഭാഷകളിലും ആര്യഭാഷകളിലും രാമായണം യഥേഷ്ടം ഉണ്ട്. അതിലൊരു കുറവെന്ന് പറയാൻ ഗുജറാത്തി ഭാഷ. ഗുജറാത്തി ഭാഷയിൽ രാമായണം ഉണ്ടെന്ന് ചരിത്രകാരന്മാർ പറയുന്നു, പക്ഷെ ഒന്നും ലഭ്യമല്ല. അത് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഗുജറാത്തിലെ കൃഷ്ണ സാഹിത്യം വളരെ സമ്പുഷ്ടമാണ്. എന്താണ്, ഈ നമ്മുടെ കൃഷ്ണനുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു സംസ്ഥാനമാണ്. അപ്പോൾ അവിടുത്തെ ഏറിയ ഭക്തരും ആര് തന്നെയാണ്? കൃഷ്ണഭക്തരായിരിക്കും. അതൊഴികെ ബാക്കിയുള്ളിടത്തെല്ലാം രാമഭക്തിയാണ് കൂടുതൽ. ഈ മതത്തിന്, ഞാനിപ്പോൾ ഒരു മതത്തിൻ്റെ വക്താവായിട്ട് ഒരു 5 മിനിറ്റ് പറഞ്ഞിട്ട് ദ്രാവിഡ രാമായണത്തിലേക്ക് പോവാം. ഹിന്ദു മതത്തിന്, വൈദിക മതത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ ഒന്നിൽ കൂടുതൽ മതങ്ങൾ ലയിച്ചതാണ് ഈ വൈദിക മതം. നേരത്തെ വൈഷ്ണവനും ശക്തിയും ശൈവനും ഒക്കെ ഉണ്ടായിരുന്നു. ഇതിനപ്പുറത്ത് മറ്റ് 2 മതങ്ങളൂടെ ഉണ്ട്. അതിലൊന്നാണ് ഭാഗവത മതം. അന്ന് അവിടെ ഉണ്ടായിരുന്നത് തമിഴ്നാട്ടിലുണ്ടായിരുന്നൊരു മതമാണ്, നമ്മുടെ ഈ ഏരിയയിലൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. ഭാഗവത മതം നമ്മളും തമിഴ്നാടുമായിട്ട് ബന്ധപ്പെട്ട് കിടന്നതായിരുന്നു. വസുദേവരുടെ പുത്രനെ ദൈവമായി കാണുന്ന ഒരു മതം, അതാണ് ഭാഗവത മതം. അതായത് ശ്രീകൃഷ്ണനെ ദൈവമായി കാണുന്നത്. ശ്രീകൃഷ്ണനെ ദൈവമായി കണ്ടിരുന്ന ആ കാലത്ത് ഈ ഇടയ്ക്ക് ഒരു കാര്യം കൂടെ പറയും, ചിലതൊക്കെ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദു ഭക്തർക്ക് അതിഷ്ടപ്പെടില്ല. അപ്പം അതിലൊന്നാണ് അവതാര കഥകളെ
മൊത്തം അവിടെ എവിടെയായിട്ട് നമ്മൾ ചരിത്രത്തിലേക്ക് പോകുമ്പോൾ ഈ അവതാര കഥകൾ അവിടെ എവിടെയായിട്ട് വിഘടിച്ച് കിടക്കുകയാണ്. അതെല്ലാം പിന്നീടാണ് ഒന്നായി തീരുന്നത്. അതുകൂടെ പറഞ്ഞിട്ട് ഞാൻ പറയാം. അപ്പോൾ ഈ ഭാഗവത മതത്തിൽ ഭഗവാൻ കൃഷ്ണനെയാണ് ആരാധിച്ചിരുന്നത്. ഒരിക്കലും വേദങ്ങളെ എതിർത്തിരുന്നില്ല. പിന്നെ ഒരു ബ്രാഹ്മണ മതം ഉണ്ടായിരുന്നു. അവരോ യജ്ഞപ്രധാനമാണ്. ഇവർ കർമ്മകാണ്ഡ പ്രധാനമാണ്. ഈ ഭാഗവത മതത്തിലുള്ളവരെല്ലാം അതങ്ങനെയല്ലേ വരൂ. കൃഷ്ണൻ എന്താ പറഞ്ഞിട്ടുള്ളത്? കർമ്മണ്യവാദി കാരസ്ഥെ, അതാണല്ലോ കൃഷ്ണൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ കൃഷ്ണൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഇവർ കർമ്മത്തെ പ്രദാനം ചെയ്യുന്ന ആൾക്കാരായിരുന്നു. കർമ്മത്തിന് പ്രാധാന്യം കൊടുക്കും. ഈ ബ്രാഹ്മണ മതോ യജ്ഞം. ഇവർ രണ്ടുപേരും ഏതിനെ എതിർക്കുന്നില്ല? വേദത്തെ എതിർക്കുന്നില്ല. നമ്മുടെ ഈ യജ്ഞപ്രധാനമായ ബ്രാഹ്മണ മതവും കർമ്മകാണ്ഡപ്രധാനമായ ഭാഗവത മതവും തമ്മിൽ ലയിച്ചപ്പോൾ ഇവർ രണ്ടുപേരും വിഷ്ണുവിൻ്റെ അവതാരങ്ങളായിട്ട് തുടർന്നു വന്നു. ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ മുരുക ഭക്തിയാണ് കൂടുതൽ. അത് ഈ ആധുനിക കാലം ഇങ്ങോട്ട് വന്നപ്പോഴാണ്. അതിനു മുമ്പ് പ്രമുഖമായ വൈഷ്ണവ ക്ഷേത്രങ്ങളെല്ലാം തമിഴ്നാട്ടിലാണ്. ഇത് ഈ രണ്ട് മതവും കൂടെ ലയിച്ചതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നതാണ്. ഇതൊഴികെ ഇനിയും ഇവിടെ ഒരു മതം ഉണ്ടായിരുന്നു. നമ്മൾ ഈ കാവുകളിലൊക്കെ വിളക്ക് വയ്ക്കാറുണ്ട്, സർപ്പാരാധന നടത്താറുണ്ട്. പിന്നെ ഈ തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇശക്കി എന്ന് പറയുന്ന കുറേ ദേവതകളുണ്ട്. ഇങ്ങനെയൊക്കെ കുറേ ദൈവങ്ങൾ, അയ്യനാര്, ചാത്തനാര് എന്നൊക്കെ പറയുന്ന കുറേ ദൈവങ്ങളൊക്കെ ഉള്ള ഒരു മതം. അതിലും ഇങ്ങനെ ഈ വിളക്ക് വയ്ക്കുന്നതും ദൈവത്തിന് ആഹാരം കൊടുക്കുന്നതുമായ രീതികളുണ്ടായിരുന്നു. പക്ഷേ ദൈവത്തിന് അതിലൊക്കെ കൊടുക്കുന്ന ആഹാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാത്വികമല്ലാത്ത ആഹാരമാണ്, ബലിയും അതുപോലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ പിന്നെ ഈ മതക്കാർ, ഞാൻ പറഞ്ഞില്ലേ ഈ വൈഷ്ണവത്വം വന്ന അവരും ഈ ശൈവരും ശാക്തരും ഒത്തു വന്നപ്പോൾ ഇവരെയും കൂടെ ഇതിൽ ഉൾപ്പെടുത്തി ചിലയിടത്തൊക്കെ അവരുടെ ആരാധന അങ്ങ് അനുവദിച്ചു കൊടുത്തു. ചിലയിടത്ത് അതിനെ മാറ്റിയിട്ട് നിങ്ങളുടെ ദേവനെ ഞങ്ങൾ ഇവിടെ കൂടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്, ഇവിടത്തെ രീതിയിൽ ആരാധിക്കാമെന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു കാലഘട്ടം ഭക്തിയുടെ ഒരു രൂപം വരുന്നത്, ഇതിനു മുമ്പ് ഭക്തിയുടെ രൂപമുണ്ട്, ഇങ്ങനെ ഒരു ഒത്തൊരുമ വന്നു. ഈ ഒത്തൊരുമ വരുന്നതിനോടൊപ്പം തന്നെ അതാത് പ്രദേശത്ത് രാമസാഹിത്യം, അതായത് രാമനെക്കുറിച്ചുള്ള കൃതികൾ ആ ഭാഷയിൽ വേണം. ഇതൊക്കെ ഏതാണ്ട് 14-ാം നൂറ്റാണ്ടിലൊക്കെയാണ് ഇങ്ങനെ ഒരു ഐഡിയകളൊക്കെ വരുന്നതും അതാത് ഭാഷയിൽ രാമസാഹിത്യം വേണമെന്നും ഉള്ള ഒരു ഉദ്ദേശം വരുന്നത്. അങ്ങനെ തമിഴ്നാട്ടിൽ ഉണ്ടായ ഒരു ആദ്യമായിട്ട് രാമായണം എഴുതിയത് ഓട്ടക്കൂത്തൻ, പേര് തെറ്റിയതൊന്നുമല്ല, ആ വ്യക്തിയുടെ പേര് ഓട്ടക്കൂത്തൻ എന്ന് പറയുന്ന വ്യക്തി രാമായണം എഴുതി. ഈ രാമായണത്തിന് ഉത്തരഭാഗവും ഉണ്ടായിരുന്നു. ഏതാണ്ട് ഈ സമയത്താണ് കമ്പർ എന്ന് പറയുന്ന ഒരു വ്യക്തി, ഒരു കവിയാണ്. ഇദ്ദേഹത്തിൻ്റെ കമ്പർ എന്ന് പേര് വരാൻ കാരണം ഇദ്ദേഹം ഒരു മരത്തിൻ്റെ മൂട്ടിൽ, ഒരു കൊടിമരത്തിൻ്റെ മൂട്ടിൽ കിടന്നതുകൊണ്ടാണ് ഇദ്ദേഹത്തെ കമ്പർ. ആരോ പ്രസവിച്ച് ഏതോ ക്ഷേത്രത്തിൻ്റെ കൊടിമരത്തിൻ്റെ ചോട്ടിൽ ഇട്ടിട്ട് പോയി. അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ കമ്പർ എന്നറിയപ്പെടുന്നത്. കമ്പത്തിൻ്റെ അടുത്ത് നിന്ന്, കൊടിമരത്തിൻ്റെ അടുത്ത് നിന്നും കിട്ടിയത്. കമ്പറും രാമായണം രചിച്ചു. കമ്പർ രചിച്ച രാമായണത്തിന് ഉത്തരഭാഗമില്ലായിരുന്നു. കമ്പർ രചിച്ച ഈ ഓട്ടക്കൂത്തൻ രാമായണം രചിച്ചിട്ട് പുറത്താരെയും കേൾപ്പിച്ചില്ല, അദ്ദേഹം വെച്ചിരിക്കുകയാണ്. അപ്പോഴാണ് കമ്പർ രാമായണം രചിച്ചു എന്നറിയുന്നത്. അപ്പോൾ കമ്പർ രാമായണം അന്നത്തെ കവികൾ രചിച്ചു കഴിഞ്ഞാൽ ആൾക്കാരെ പാടിക്കേൽപ്പിച്ചു. ഇന്നത്തെ പോലെ പുസ്തകം അടിച്ചൊന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ. ഓലയാണെങ്കിൽ ഓലയിൽ കുത്തി എഴുതും, എന്നിട്ട് അതിനെ പാടിക്കേൽപ്പിക്കാനല്ലേ വഴിയുള്ളൂ. പാടിക്കേൽപ്പിച്ചത് ഓട്ടക്കൂത്തനും കേട്ടു. അദ്ദേഹം വീട്ടിൽ പോയിട്ട് താൻ രചിച്ച രാമായണത്തിനെ അങ്ങ് നശിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് ഇവിടെ നഴിച്ചങ്ങ് പോയി. വീട്ടിലെത്തി അതിനെല്ലാം വാരിയിട്ട് ചുട്ടു. ഇതിൻ്റെ അറിഞ്ഞ ഉടനെ തന്നെ കമ്പർ തൊട്ട് പിന്നാലെ പോയിട്ട് ഇതിനെ തടഞ്ഞു. അതിൽ നിന്ന് ഉത്തരാഖണ്ഡം മാത്രമേ രക്ഷിച്ചെടുക്കാൻ കഴിഞ്ഞുള്ളൂ. അപ്പോൾ ഇപ്പം തമിഴ്നാട്ടിലുള്ള ആ പ്രസിദ്ധമായ രാമായണം എന്ന് പറയുന്നത് ലങ്കാകാന്ഡം വരെ എഴുതിയതാരാണ്? കമ്പറും
ലങ്കാകാന്ഡത്തിന് ശേഷമുള്ള ഉത്തരഭാഗം എഴുതിയത് ഓട്ടക്കുത്തനുമാണ്. എന്തായാലും കഥ ശരിയോ തെറ്റോ എന്നറിയില്ല എങ്കിലും ഇത് 12-ാം നൂറ്റാണ്ടിലുള്ള സംഭവമാണ്. ഇന്ന് തമിഴ്നാട്ടിലുള്ള രാമായണം 2 വ്യക്തികളും കൂടെ രചിച്ചതാണ് എന്ന് നമുക്കൊരു നിഗമനത്തിലെത്താം. ഈ കമ്പരാമായണം മലയാളത്തിൽ ഭയങ്കരമായി പ്രഭാവം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ വീട്ടിലെ ഒരു സംഭവം പറഞ്ഞല്ലോ, നമ്മുടെ സിംഹള രാമായണമാണ് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. ആ സ്വാധീനം സിംഹള രാമായണത്തിന് അപ്പോൾ ഇവിടെ സ്വാധീനം ഉണ്ടെന്ന് മനസ്സിലാക്കണം, മലയാളികളിൽ സ്വാധീനം ഉണ്ടെന്ന് മനസ്സിലാക്കണം. അതേപോലെ തന്നെ കമ്പരാമായണത്തിനും ഓട്ടക്കൂത്തൻ്റെ ഉത്തര രാമായണത്തിനും ഉത്തരാകാന്ഡത്തിനും എവിടെ സ്വാധീനമുണ്ട്? കാര്യം ഇവിടെ രാമായണം നമ്മൾ നൂറ്റാണ്ട് നോക്കിയാൽ മതി. ഇവിടെ രാമായണം ഉണ്ടാകുന്നത് ഏതാണ്ട് 14-ാം നൂറ്റാണ്ടിലാണ്. 14-ാം നൂറ്റാണ്ടിൽ, അവിടെ 12-ാം നൂറ്റാണ്ടിൽ ഉണ്ടായി കഴിഞ്ഞു. പിന്നെ അതിൻ്റെ സ്വാധീനം ഉണ്ടാകുമല്ലോ. അതുവരെ ആൾക്കാരിൽ രാമഭക്തി അന്ന് തന്നെ ഉണ്ടായി. ഒരു രാമനിലൂടെ ഈശ്വരനിലേക്ക് പോകുന്ന ഒരു ചിന്താഗതി വന്നു കഴിഞ്ഞു. ഇവിടെ അത്രത്തോളം അതിൻ്റെ ആ വ്യാപ്തി, കമ്പർ രാമായണത്തിൻ്റെ വ്യാപ്തി, അതിലൊക്കെയാണ് ആ രാമായണത്തിലാണ് കൂടുതലും ഈ എന്താ പറയുക, വേണ്ടാത്ത പ്രക്ഷിപ്ത ഭാഗങ്ങൾ ഒരുപാട് കയറി വന്നിട്ടുണ്ട്. അതൊക്കെയാണ് ഈ ഉത്തര ഭാഗങ്ങളൊക്കെ വരുന്നത് കൊണ്ടാണ്, ഉത്തരാകാന്ഡം വരുന്നത് കൊണ്ടാണ് സീതയെ ഓടിച്ചെന്നും അങ്ങനെയൊക്കെ പറയുന്ന ആവശ്യമില്ലാത്ത ഭാഗങ്ങളെല്ലാം ഇതിലേക്ക് കയറി വരുന്നത്. അത് കഴിഞ്ഞിട്ട് തെലുങ്ക് രാമായണമാണ്. അതിനെ ദ്വിപദ രാമായണം എന്ന് പറയും. ദ്വിപദം എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഛന്ദസ്സാണ്, ഒരു വൃത്തം, ഒരു ദ്രാവിഡ വൃത്തം. അതിലെഴുതിയതുകൊണ്ട് ദ്വിപദ രാമായണം എന്നാണ് അതിൻ്റെ പേര്. അത് യഥാർത്ഥമായിട്ട് എഴുതിയത് രംഗനാഥനാണ്. രംഗനാഥൻ ഇത് 14-ാം നൂറ്റാണ്ടിൽ എഴുതുന്ന കൃതിയാണ്. എന്നാൽ രംഗനാഥൻ എഴുതി തൻ്റെ യജമാനന് കൊടുത്തു. അതായത് ഇദ്ദേഹത്തിൻ്റെ യജമാനന് കവി ഗോനബുദ്ധ റെഡ്ഡി, എന്താണ് പേര്? ഗോനബുദ്ധ റെഡ്ഡി. ഈ ഗോനബുദ്ധ റെഡ്ഡിയുടെ ആശ്രിതനായിരുന്നു രംഗനാഥൻ. അപ്പോൾ ഇത് ഇങ്ങനെ രാമായണം എഴുതി, ആശ്രിതനാണല്ലോ, രാമായണം എഴുതി, എന്തായാലും ഇതിൻ്റെ പ്രശസ്തിയൊന്നും എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് റെഡ്ഡിക്ക് കൊടുത്തു. പക്ഷേ അക്കാലത്ത് ആൾക്കാർക്ക് മനസ്സിലായി ഇത് ആരാണ് എഴുതിയത്? രംഗനാഥനാണ്. അതുകൊണ്ട് ദ്വിപദ രാമായണം ഇപ്പോഴും രംഗനാഥനാൽ അറിയപ്പെടുന്നു. ഇതിലും 6 കാണ്ഡങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ അതേ തെലുങ്കിൽ തന്നെ മൊല്ല എന്ന് പറയുന്ന ഒരാൾ വിരചിതമായ രാമായണവും ഉണ്ട്, മൊല്ല രാമായണം. അതിനെക്കുറിച്ച് കൂടുതൽ അറിവൊന്നും കിട്ടുന്നില്ല. ഇനി മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ തന്നെ നിർവചനോത്തര രാമായണം എഴുതി. തിക്കണ്ണയാണ് എഴുതിയത് നിർവചനോത്തര രാമായണം. ഈ നിർവചനോത്തരം എന്ന് പറയുമ്പം നിർവചനം എന്ന വാക്കിനർത്ഥം ഗദ്യവിഹീനമായത്. അപ്പം അക്കാലത്ത് ഈ എഴുതുന്ന രാമായണങ്ങളിൽ ഗദ്യഭാഗം കൂടെ വരുമായിരുന്നു. ഞാൻ ആദ്യം പറഞ്ഞു, ഇവിടുത്തെ ഒരു ചരിത്രകാരന്മാരും ഇന്ന് വരെ പരാമർശിക്കാത്ത ഒരു രാമായണത്തെക്കുറിച്ച് പറഞ്ഞു, രാമായണം തമിഴ്. അത് ഇന്ന് വരെ ഒരിടത്തും കാണാൻ സാധ്യതയില്ല. രാമായണം തമിഴ് അത് ഗദ്യമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, അത് ഗദ്യമാണെന്ന് പറയും. അപ്പോൾ ഇവർക്കിങ്ങനെ തർജ്ജമ ചെയ്യുമ്പം കിട്ടില്ല, തർജ്ജമയിൽ വരുമ്പം കിട്ടില്ല, അവിടെ ഗദ്യം എടുത്തു വെച്ച് കലക്കും. ചിലത് തർജ്ജമ ചെയ്യുമ്പോൾ ഇവർക്ക് പറ്റാത്ത സാഹചര്യം വരുമ്പോൾ അവർ കുറച്ച് വാക്കുകൾ മാറ്റും. പാഠഭേദം പോകുന്ന ഇത് മനസ്സിലാകുന്നല്ലോ. ഈ തർജ്ജമ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഒരു ഹിന്ദിയിനൊരു പുസ്തകം മലയാളത്തിലോട്ട് തർജ്ജമ ചെയ്യുമ്പോൾ ചില ഭാഗം എനിക്ക് ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ ഞാൻ അവിടെ ആശയമെടുക്കും. ഇനി ആശയവും കിട്ടിയില്ലെങ്കിലോ ആ സാഹചര്യം അനുസരിച്ച് ഞാനൊരു പുതിയ ആശയം അങ്ങ് ചേർക്കും. അതാണ് എല്ലാ വിവർത്തകരുമൊക്കെ ചെയ്യുന്നത്, അത് തന്നെയാണ്. ഇത് ആരും ഈ വിവർത്തന പുസ്തകം വായിക്കില്ല, പിന്നെ അല്ലേ മൂലം വായിക്കുന്നത്. അത് മൂലഗ്രന്ഥം വായിക്കുന്നില്ലല്ലോ, പിന്നെ എനിക്ക് പേടിക്കണ്ടല്ലോ. പിന്നെ 1-2 പേര് വായിക്കും. ആരാണ്? എന്നെ ഭയങ്കരമായി വിമർശിക്കണം എന്ന് താല്പര്യമുള്ള 1-2 പേരോ അതും ഇതും എടുത്തു വെച്ച് വായിക്കും. അങ്ങനെ നോക്കിയിട്ടും കാര്യമില്ല. ഇപ്പോൾ അങ്ങനെ ഒരു പുസ്തകമുണ്ട്, മലയാളത്തിൽ തന്നെയുണ്ട്. ഈ ഹിന്ദിയിൽ നിർമ്മൽ വർമ്മ എന്ന് പറഞ്ഞിട്ട് ഒരു സാഹിത്യകാരനുണ്ട്.
അദ്ദേഹം പരുന്തേ എന്ന് പറയുന്ന ഒരു നോവൽ എഴുതിയിട്ടുണ്ട്. പരുന്തേ. നമ്മുടെ മലയാളത്തിൽ MD എന്ന് പറയുന്ന ഒരു സാഹിത്യകാരൻ, ഞാനവിടെ MD എന്ന് പറയുന്ന സാഹിത്യകാരൻ എന്ന് പറയാൻ കാര്യം, എനിക്ക് അദ്ദേഹത്തിനോടത്ര ഒരു താല്പര്യക്കുറവ്. ഈ MDയുടെ കഥകൾ വായിച്ചാൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിലെല്ലാം തകർന്നു വീഴുന്ന ഒരു നാലുകെട്ട്. സിനിമയായാലും അത് തന്നെ, തകരുന്ന ഒരു നാലുകെട്ട്. ആ തകരുന്ന ഹിന്ദു നാലുകെട്ടായിരിക്കും, അല്ലെങ്കിൽ 8 കെട്ടായിരിക്കും. അവിടെയുള്ള ഒരു പെൺകുട്ടിയെ മുസൽമാനോ അല്ലെങ്കിൽ ക്രിസ്ത്യാനിയോ വിവാഹം കഴിച്ച് കൊണ്ടുപോകും. ഇതാണ് അദ്ദേഹത്തിൻ്റെ സിനിമയായാലും അദ്ദേഹത്തിൻ്റെ പല ഗ്രന്ഥങ്ങളിലും ഇതിവൃത്തം ഒന്ന് തന്നെ. തകർന്നു വീഴുന്ന ഒരു മുസ്ലിം കുടുംബത്തിൽ നിന്നും ഹിന്ദു യുവാവ് കല്യാണം കഴിക്കുന്നില്ല, തകർന്നു വീഴുന്ന ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ നിന്നും ഹിന്ദു യുവാവ് കല്യാണം കഴിച്ച് ഹിന്ദു മതത്തിലേക്ക് കൊണ്ടുവരുന്നില്ല. ഒരെണ്ണം മാത്രമേ ഉള്ളൂ. പിന്നെ രണ്ടാം ഊഴത്തിലൊക്കെ കൃഷ്ണനെ എത്ര വികൃതമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അതായത് ഒരു കഥാപാത്രത്തെ ഒരു വ്യക്തി അവതരിപ്പിക്കുമ്പോൾ, ഒരു കഥ ഉണ്ടാകുമ്പോൾ, ആദ്യ കഥ ഉണ്ടാകുന്നത് അവർക്ക് ആ ഇതിവൃത്തത്തിനനുസരിച്ചാണ് അവർ ആ കഥാപാത്രത്തിന് രൂപം കൊടുക്കുന്നത്. രണ്ടാമത് അതിനെ എടുത്തു വെച്ച് നമ്മൾ വിമർശിക്കാൻ എന്താ അതിലിരിക്കുന്നത്? ആ കഥാകൃത്തിൻ്റെ ഇത് താങ്കളൊരു കഥ എഴുതി, അതിലൊരു കഥാപാത്രത്തെ താങ്കൾ ചിത്രീകരിച്ചിരിക്കുന്നു. അത് താങ്കളുടെ മൗലികമായ അവകാശം. താങ്കളുടെ കഥ അങ്ങനെ പോകണമെങ്കിൽ അത് വേണം. ആ കഥയിൽ എടുത്തു വെച്ച് ആ കഥാപാത്രം അങ്ങനെ ആയിപ്പോയി എന്ന് എനിക്ക് വിമർശിക്കാനുള്ള ഒരു അവകാശവുമില്ല. അപ്പോൾ ഇവിടെ അതിൽ നമ്മൾ ഈ രണ്ടാം ഊഴം എടുത്തു വെച്ച് വായിച്ചു കഴിഞ്ഞാൽ കൃഷ്ണനെയൊക്കെ എത്ര വികൃതമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഈ കൃഷ്ണൻ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ രാമനല്ല ഭീമൻ ഇങ്ങനെ ചിന്തിച്ചു. അതായത് എനിക്ക് കിട്ടേണ്ട സാധ്യതകളെല്ലാം എൻ്റെ ജ്യേഷ്ഠൻ തട്ടിയെടുത്തു, അതിന് കൃഷ്ണൻ കൂട്ടുനിന്നു എന്ന് ചിന്തിക്കാൻ ഈ വ്യക്തി സ്വയം ഭീഷ്മനല്ലല്ലോ. അപ്പോൾ എന്താ, ഒരു മതത്തെ ലാക്കാക്കിക്കൊണ്ട്, ഇതെൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്, ഒരു മതത്തെ ലാക്കാക്കിക്കൊണ്ട് ആ മതത്തെ തകർത്ത് തരിപ്പണമാക്കാൻ മറ്റേതെങ്കിലും ഏജൻസികളിൽ നിന്നും പൈസ വാങ്ങി എഴുതി കൂട്ടിയതാണ് ഈ കാര്യങ്ങളെല്ലാം. അപ്പോൾ പരുന്തേ എന്ന് പറയുന്ന ആ നോവലിലുള്ള അതേ കാര്യങ്ങൾ തന്നെയാണ് മഞ്ഞെന്ന് പറയുന്ന നോവലിലും ഉള്ളത്. ഒരു വ്യത്യാസവുമില്ല. പരുന്തയും ഞാൻ വായിച്ചിട്ടുണ്ട്, മഞ്ഞും ഞാൻ വായിച്ചിട്ടുണ്ട്. അവിടെ എവിടെയായിട്ട് ഒരു ചെറിയ വ്യത്യാസം. അപ്പോൾ പരുന്തയുടെ കഥ ആരോ MDക്ക് പറഞ്ഞു കൊടുത്തു. ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്, എൻ്റെ വിശ്വാസം. അല്ലെങ്കിൽ ഏതെങ്കിലും മലയാളത്തിൽ MD സപ്പോർട്ട് ചെയ്യുന്ന ആരെങ്കിലും അല്ലെന്നൊന്ന് പറയട്ടെ, അപ്പോൾ അതിന് മറുപടി കൊടുക്കാം, പരുന്ത എടുത്ത് കാണിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിനെ അതേപോലെ ഇങ്ങോട്ട് വിവർത്തനം ചെയ്ത ഒരു കൃതിയാണ്. ഇതൊക്കെ ഏതോ ഒരു പത്രപ്രവർത്തകൻ MDയോട് ചോദിച്ചു. അപ്പോൾ MD പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതെൻ്റെ മനസ്സിൽ വന്ന ആശയം വെച്ചിട്ടാണ് ഞാൻ മഞ്ഞെഴുതിയത്. അപ്പോൾ മറ്റേ പത്രപ്രവർത്തകൻ തിരിച്ചും ചോദിച്ചു, ഒരാൾ നോവല് പരുന്തയാണ് ആദ്യം പ്രസിദ്ധീകരിച്ചത്, അതാണ് പരുന്ത ആദ്യം പ്രസിദ്ധീകരിച്ച് 2-4 വർഷം കഴിഞ്ഞിട്ടാണ് മഞ്ഞെഴുതി തുടങ്ങുന്നത്. അപ്പോൾ ആ ആശയം തന്നെ ഒരാൾ പ്രസിദ്ധീകരിച്ചതിന് ശേഷം താങ്കളുടെ മനസ്സിൽ ഈ ആശയം എങ്ങനെ വന്നു എന്ന് ചോദിച്ചപ്പോൾ അതിന് ഉത്തരം ഇല്ലായിരുന്നു. അപ്പം ഞാനിവിടെ പറഞ്ഞു വന്നത്, അക്കാലത്ത് രാമായണങ്ങളിൽ ഗദ്യം ഉൾപ്പെടുത്തുമായിരുന്നു. അതുകൊണ്ടാണ് നിർവചനവും ഉത്തര രാമായണം, നിർവചനം എന്ന വാക്കിന് വിവർത്തനം എന്നർത്ഥം, അതായത് ഗദ്യഭാഗം എന്നർത്ഥം, ഗദ്യമില്ലാത്ത രാമായണം എന്ന പേരിലാണ് ഈ നിർവചനവും ഉത്തര രാമായണം എഴുതിയത്. എഴുതിയ ആളിൻ്റെ പേര് തിക്കണ്ണ, തെലുങ്കാണ് തിക്കണ്ണ. പിന്നെ അതേ ഭാഷയിൽ തന്നെ മറ്റൊരു രാമായണമുണ്ട്, ഭാസ്കര രാമായണം, അതും തെലുങ്കിലാണ്. ഇനി കന്നഡ രാമായണം. കന്നഡയിലും അറിയാമല്ലോ, അവിടെ ഇത്തിരി കൃഷ്ണഭക്തി കൂടുതലാണ്. ദക്ഷിണേന്ത്യ മൊത്തം കൃഷ്ണഭക്തി കൂടുതലാണ്. പല രാമായണങ്ങളിൽ ലഭ്യമല്ല. തോരവേ രാമായണം നരഹരി എഴുതിയ ഒരു രാമായണമാണ് തോരവേ രാമായണം. പിന്നെ അനേകം രാമനെ സംബന്ധിക്കുന്ന ആദിവാസികളുടെ ഇടയ്ക്കുള്ള കഥകൾ കുറേ പുസ്തകങ്ങളായിട്ട് വന്നിട്ടുണ്ട്. അത് രാമസംബന്ധമാണ്, അവിടെ പ്രചാരത്തിലുണ്ട്. ഇനി നമ്മൾ ആര്യഭാഷാ സാഹിത്യത്തിലേക്ക് വരുമ്പോഴും അവിടെയും 14-ാം നൂറ്റാണ്ടിലാണ് ഈ കൃതികൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ രാഷ്ട്രീയക്കാരെല്ലാം തന്നെ ഈ വിമർശിക്കുന്നുണ്ടല്ലോ,
ഈ രാമായണത്തിന് അടിസ്ഥാനമെന്ന് പറയുന്നത് 12-ാം നൂറ്റാണ്ടിലോ 14-ാം നൂറ്റാണ്ടിലോ ഉണ്ടായ മലയാള രാമായണമോ അല്ലെങ്കിൽ കമ്പരുടെ രാമായണമോ അല്ലെങ്കിൽ ഈ സിംഹള രാമായണ കഥകളോ ഒക്കെ കേട്ടിട്ടാണ് രാമൻ ഇത്തരത്തിൽ അധിക്ഷേപിക്കുന്നത്. മൂലകഥയിലേക്ക് ഇവരാരും പോകുന്നില്ല. മൂലകഥ ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്ന് ലഭ്യമല്ലെങ്കിൽ പോലും ഏതാണ്ടുള്ള ഭാഗങ്ങൾ ഇന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. ആ ഏതാണ്ടുള്ള ഭാഗത്തേക്ക് ഇവർ വായിക്കുന്നതുമില്ല, അതിനെ അന്വേഷിക്കുന്നതുമില്ല. ഏതെങ്കിലും കഥകൾ എടുത്തു വെച്ച്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ടീച്ചറാണ് ഇങ്ങനെ ഇത് രാവിലെ പ്രസംഗം കേട്ടതിന് ശേഷം ഉച്ചയ്ക്കാണ് സ്ത്രീയെ പീഡിപ്പിക്കുന്ന വ്യക്തിയല്ലേ രാമൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ അവിടെ വേറൊരു കാര്യം കൂടെ, ഇപ്പം ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ഒരു ഖുറാനെക്കുറിച്ച് ഒരു അഭിപ്രായം വന്നു കഴിഞ്ഞാൽ അത് മോശമായ അഭിപ്രായമാണെങ്കിൽ ഞാൻ അതിനെ നല്ലതായിട്ട് ചിത്രീകരിച്ച് മാത്രമേ അവിടെ ക്ലാസ്സിൽ പറയൂ. അത് പേടിച്ചിട്ടല്ല, ഒരു മതഗ്രന്ഥമാണ്. അവിടെ ഒരു അഭിപ്രായം വന്നപ്പോൾ അങ്ങനെ മോശമായൊരു ചിന്ത എൻ്റെ കുട്ടികളിലേക്ക് കടത്തിവിടാൻ എനിക്ക് അവകാശമില്ല. എൻ്റെ കുട്ടികളിലേക്ക് ഞാൻ വിശ്വസിക്കാത്ത ഒരു മതത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന മതത്തെക്കുറിച്ച് എങ്ങനെ മോശമായൊരു ചിന്ത കടത്തിവിടും? അതിനിവിടുത്തെ രാഷ്ട്രീയക്കാരനും അവകാശമില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം ആ ചോദ്യം ചോദിച്ച ടീച്ചറെക്കുറിച്ച് ഓർക്കുക. അവർക്ക് രാമായണം അവർ കണ്ടിട്ടില്ല, പുറംചട്ട കണ്ടിട്ടില്ല. പക്ഷേ കൊനിഷ്ഠ ചോദ്യങ്ങൾ ചോദിക്കാൻ വിദഗ്ധയാണ്. ഈ അതിപ്രാചീന സാഹിത്യങ്ങളിൽ, നമ്മുടെ ആര്യഭാഷകളിൽ അസമിയ, ഒറിയ, ബംഗാളി ഈ ഭാഷകളിൽ പ്രാചീന സാഹിത്യം സമ്പുഷ്ടമാണ്. ഇതിൽ ബംഗാളി ഭാഷയിൽ എഴുതിയതാണ് കൃത്തിവാസ രാമായണം. അത് ബംഗാളി ഭാഷയിലുള്ള ഇതാണ്. ഈ കൃത്തിവാസ രാമായണത്തിൻ്റെയും ഒരു പ്രഭാവം നമ്മൾ മലയാളികളിലേക്കുണ്ട്. കാര്യം ബംഗാളി സാഹിത്യം കുറേയൊക്കെ തർജ്ജമ മലയാളത്തിലേക്ക് വന്നിട്ടുണ്ട്. ചില രാഷ്ട്രീയ പാർട്ടികളുടെ പ്രേരണ, ചില രാഷ്ട്രീയ പ്രേരണകൾ കൊണ്ട്, അതുപോലെ തന്നെ അവിടുത്തെ ആശയങ്ങൾ ഇങ്ങോട്ട് വന്ന കൂട്ടത്തിൽ അവിടുത്തെ സാഹിത്യകാരന്മാർക്ക് കേരളത്തിനോട് ഒരു മമതയുണ്ട്. ആ മമത പിന്നെ അവരുടെ കൃതികൾ ഇവിടെ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു പ്രേരണ ഉണ്ടായി. അങ്ങനെ കൃത്തിവാസ രാമായണത്തിൻ്റെ കഥ കേരളത്തിൽ വലിയ പ്രമുഖമായിട്ട് വലിയ അളവിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒറിയ, നമ്മുടെ ഒറീസയെന്നോ ഒക്കെ പറയുന്ന ഇതാണ്. അവരുടെ രാമായണ കർത്താവ് സിദ്ധേശ്വര പാരിട, ഇദ്ദേഹത്തിൻ്റെ സിദ്ധേശ്വര പാരിട എന്ന് പറയുന്ന ആൾ ഒരു രാമായണം എഴുതി. പക്ഷെ ആ രാമായണം നിലവിൽ ലഭ്യമല്ല. ഇവിടെ ലഭ്യമല്ല എന്ന് ഞാൻ കുറച്ച് സമയം കൊണ്ട് പറയുന്നു. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള, അതായത് നമ്മുടെ ഭാരതത്തിലുള്ള പല പുസ്തകങ്ങളും വിദേശികൾ ഇവിടെ വന്നപ്പോൾ അവരുടെ ഒന്നാമത്തെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ലൈബ്രറികൾ നശിപ്പിക്കുകയാണ്. ഈ ലൈബ്രറി എന്ന് പറയുമ്പോൾ അന്ന് നമ്മളിങ്ങനെ പ്രിൻ്റ് ചെയ്തോ നമ്മുടെ മൊബൈലിലോ ഒന്നുമില്ല. ആകെ ഒരു ഓല ഗ്രന്ഥമായിരിക്കും, ഒന്നേ ഉള്ളൂ. ആ ഓല ഗ്രന്ഥം ഒന്നുകൂടെ എഴുതണമെങ്കിൽ അതിന് നല്ല ചിലവുണ്ട്. ഇത് എത്രയോ ദിവസം കൊണ്ട് എഴുതിയതാണ്. അതിനെ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. അതിനെയാണ് അവർ തീയിട്ട് നശിപ്പിക്കുന്നത്. അങ്ങനെ ഈ തീയിട്ട് നശിപ്പിച്ച കൂട്ടത്തിൽ പല അമൂല്യ ഗ്രന്ഥങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി ബലരാമദാസൻ എന്നൊരു ഉത്കല വാൽമീകിയുണ്ട്, ബലരാമദാസൻ. ഈ ബലരാമദാസൻ രാമായണം എഴുതി. അദ്ദേഹം എഴുതിയ രാമായണത്തിന് 3 പേരുകളുണ്ട്. ജഗമോഹന രാമായണം, ദാണ്ഡി രാമായണം, ബലരാമദാസ രാമായണം. ഈ ബലരാമദാസ രാമായണം എന്ന് പറയുന്നത് ഏത് തന്നെയാണ്? ബലരാമൻ്റെ പേരിൽ, ഈ എഴുതിയ ആളിൻ്റെ പേരിൽ അറിയപ്പെടുകയാണ്. ഇത് ദാണ്ഡി രാമായണം എന്ന് പറയുന്നത്, ദാണ്ഡി എന്ന് പറയുന്ന ആ ഭാഷയിലെ ഒരു വൃത്തമാണ്. ദാണ്ഡി എന്ന് പറയുന്ന ഒരു വൃത്തം അതിലെഴുതിയത് കൊണ്ടാണ് ദാണ്ഡി രാമായണം എന്ന് അറിയപ്പെടുന്നത്. ജഗമോഹ രാമായണം എന്ന് പറയുന്നത് ഇത് കൃതി കർത്താവ് കൊടുത്ത പേരാണ്. അപ്പോൾ കൃതി കർത്താവ് ഒരു പേര് കൊടുത്തു, ആ പേര്
പോയി. രണ്ടാമത്തെ പേര് അതിലെ ഛന്ദസ്സിൻ്റെ അനുസരിച്ചൊരു പേര് വന്നു. പിന്നെ ഒടുവിൽ വന്ന പേര് ആരാണോ എഴുതിയത് അവരുടെ പേരിൽ നിലനിൽക്കുന്നു. വാൽമീകി രാമായണം എന്നല്ലേ പറയുന്നത്. ഈ ഒരൊറ്റ കാര്യം കൊണ്ടാണ് വാൽമീകി രാമായണം എന്ന് പറയുന്നത്. ഈ രാമായണത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കണമെങ്കിൽ നമുക്ക് ഏറ്റവും കുറഞ്ഞത്, അതായത് ഈ എല്ലാ രാമായണങ്ങളെക്കുറിച്ചും നമുക്ക് ഒരറിവുണ്ടായിരിക്കണം. അപ്പം ഞാൻ ഇത്രയും പറഞ്ഞ് എനിക്ക് എല്ലാ രാമായണമൊന്നും ഞാൻ കണ്ടിട്ട് പോലുമില്ല, ഒറിജിനലൊന്നും കണ്ടിട്ടില്ല. വാൽമീകി രാമായണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ രാമായണവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ പോകുമ്പോൾ അവിടുത്തെ ലൈബ്രറിയിൽ കയറുകയും അതിലെ മൂലകൃതി എന്ന് പറയുന്നതൊക്കെ പരിശോധിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അവിടെ തന്നെ ചില വീടുകളിൽ മൂലകൃതികളെന്ന് പറഞ്ഞിട്ട് ചില പുസ്തകങ്ങൾ വെച്ചിട്ടുണ്ട്. അതൊക്കെ വെറും പറ്റിപ്പാണ്. എന്ന് വെച്ചാൽ അവർ പൈസയ്ക്ക് വേണ്ടി അതെടുത്ത് കാണണമെങ്കിൽ പൈസ കൊടുക്കണം, അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. അതവർ പൈസയ്ക്ക് വേണ്ടി വെക്കുന്നതാണ്. അതുപോട്ടെ. അപ്പോൾ ഈ രാമായണ കഥകൾ ഒരു മൂലകഥകളിൽ നിന്നും പ്രചരിച്ച് 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 വലിയൊരു ദേശം എന്ന് വെച്ചാൽ നമ്മൾ ഇന്ത്യ മാത്രം കണ്ടാൽ പോരാ. ചൈനയിൽ പോയി എന്ന് പറഞ്ഞല്ലോ, അങ്ങ് ചൈനയിൽ പോയി, ഇന്തോനേഷ്യയിൽ പോയി, ലോകത്തിൻ്റെ ഏതാണ്ട് ഏഷ്യാ ഭൂഖണ്ഡം മൊത്തം, ഏഷ്യാ ഭൂഖണ്ഡത്തിനപ്പുറത്ത് നമ്മുടെ ശ്രീലങ്ക ഇതിൽ കൂടെ വരുന്നതാണ്. എവിടെയൊക്കെ ഉണ്ടെന്ന് ഞാൻ ഇതുവരെയ്ക്ക് നോക്കിയിട്ടില്ല. ഏഷ്യാ ഭൂഖണ്ഡം മൊത്തം വ്യാപിച്ചു. അപ്പോൾ ഈ ഒരു പ്രദേശത്ത്, അതായത് ഇന്നത്തെ ഉത്തർപ്രദേശ് എന്ന് പറയുന്ന സ്ഥലത്ത് ഉന്നാവ് ജില്ലയിലുണ്ടായ ഒരു കഥ കിലോമീറ്ററുകൾ, അതെങ്ങനെ, ഫ്ലൈറ്റിലല്ല, വാഹനത്തിലല്ല, ട്രെയിനിലല്ല, ഇവിടെ നിന്നൊരുത്ത ഇത് പഠിച്ച് അങ്ങോട്ട് പോവുകയാണ്. അവിടെ പോകുമ്പോൾ അവന് വേണ്ടാത്ത ഭാഗം എന്ത് ചെയ്യും? അവൻ മറന്നു പോകുന്ന ഭാഗം അങ്ങ് ഒഴിവാക്കും. കുറേ നേരം ആലോചിക്കുമ്പോൾ അത് ശരിയാകുന്നില്ലല്ലോ, അവന് തോന്നുന്ന ഒരു കഥ ഇവിടെ കയറ്റും. അപ്പോൾ ഇതൊക്കെ കണ്ടുവെച്ച് ഇത് നമ്മൾ മനസ്സിലാക്കാതെ വിമർശനാത്മകമായി സംസാരിക്കുക എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. പിന്നെ ഹിന്ദിയിലെ രാമകഥയുണ്ട്. ഹിന്ദിയിലെ രാമകഥയെന്ന് പറയുമ്പോൾ ഞാൻ പറയേണ്ട കാര്യമില്ല, നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു, രാമചരിതമാനസ്. പിന്നെ മറ്റൊന്ന് പറഞ്ഞു കഴിഞ്ഞു, രാമചന്ദ്രിക, ആചാര്യ കേശവദാസിൻ്റെ. ഇത് മാത്രമല്ല, ഹിന്ദിയിൽ രാമായണങ്ങളുടെ ബഹളമാണ്. അത് എണ്ണിയാൽ ഒടുങ്ങാത്ത രാമകൃതികൾ ഹിന്ദിയിലുണ്ട്. പിന്നെ മറാഠി സാഹിത്യത്തിലുണ്ട് ഭാവാർത്ഥ രാമായണം, അത് മറാഠി സാഹിത്യത്തിലുള്ളതാണ്. നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഗുജറാത്തിൽ കൃഷ്ണ സാഹിത്യമാണ് കൂടുതൽ. ഇപ്പോൾ രാമസാഹിത്യമൊന്നും ലഭ്യമല്ല. നിലവിൽ രാമചരിതമാനസ് അങ്ങോട്ട് ഗുജറാത്തിൽ ഇത് ചെയ്തിട്ടുണ്ട്, തർജ്ജമ ചെയ്തിട്ടുണ്ട്. പിന്നെ ആധുനിക കാലത്ത് കുറേ രാമായണങ്ങൾ അവിടെ നിന്നും വരുന്നുണ്ട്. വിവർത്തന സാഹിത്യമുണ്ട്, ഉറുദു ഫാഴ്സി രാമായണങ്ങളുണ്ട്. കൂടാതെ വിദേശ രാജ്യങ്ങളിൽ അനേക രാമായണങ്ങളുണ്ട്. അപ്പോൾ ഇത്രയും രാമകഥയെ ആണ് വാൽമീകി രാമായണത്തിൽ നിന്നുമാണ് പോയത്. ഈ ഒരു സ്റ്റേജിൽ നിന്നുകൊണ്ട് വേണം ഇതിനെ വിമർശിക്കേണ്ടത്. അപ്പോൾ നമുക്ക് വിമർശന വിധേയമല്ല രാമായണം എന്നുള്ള ആ സത്യം മനസ്സിലാക്കാൻ കഴിയും. ചുവൻജി, രാമരാജ്യം എന്ന് കേട്ടിട്ടുണ്ട്. എന്താണ് രാമരാജ്യം? രാമരാജ്യം എന്താണ്? രാഷ്ട്രീയക്കാരൻ്റെ മനസ്സിലുള്ള രാമരാജ്യവും എൻ്റെ മനസ്സിലുള്ള രാമരാജ്യവും രണ്ടാണ്. നമ്മുടെ ഭാരതത്തിൽ ഭഗവാൻ ശ്രീരാമചന്ദ്രനെ ഒരു പരമോന്നത സ്ഥാനം കൊടുത്താണ് ജനത കാണുന്നത്. അത് എനിക്ക് പലപ്പോഴും മനസ്സിലായത്, ഞാൻ നേരത്തെ പറഞ്ഞു, ഉത്തരേന്ത്യയിൽ കുറേ കാലം ഉണ്ടായിരുന്നു. എനിക്ക് അയോധ്യാപുരി വളരെ നേരത്തെ 90-ന് മുമ്പ് പോകാൻ അവസരം കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അവിടെ ആ തർക്ക മന്ദിരം പൊളിച്ചതിന് ശേഷം പോയിട്ടുണ്ട്. അവിടുത്തെ കർസേവകരെ നേരിട്ട് കാണാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. ഇന്ന് വച്ചിരിക്കുന്ന ക്ഷേത്രത്തിൻ്റെ തൂണുകൾ, കല്ലുകൾ അവിടെ നിർമ്മിച്ചടുക്കി വെച്ചിരിക്കുന്നത് കാണാൻ, അതായത് കോടതി വിധി വരുന്നതിന് മുമ്പ് തന്നെ ഈ തൂണുകളും കല്ലുകളും നിർമ്മിച്ചടുക്കി വെച്ചിരിക്കുന്നത് കാണാൻ അവസരം കിട്ടിയിട്ടുണ്ട്. കർസേവയ്ക്ക് പോയ കർസേവകർ
അന്ന് വെടിയേറ്റവരെയും മരിക്കാതെ രക്തസാക്ഷിത്വം വഹിച്ചവർ, അതായത് മരിച്ചവർ രക്തസാക്ഷിത്വം വഹിച്ചു, അല്ലാത്തവർ ജീവച്ഛവമായി വീട്ടിൽ തന്നെ ഓക്സിജൻ്റെ സഹായത്തോടെ മണിക്കൂർ ഇടവിട്ട് ഓക്സിജൻ്റെ സഹായത്തോടെ കഴിയുന്നവരെ കാണാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാത്തിനും അപ്പുറം ആ നാട്ടിലെ മുസ്ലിം സഹോദരങ്ങളുമായിട്ട് സംസാരിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. ഇതിൽ നിന്നെല്ലാം എനിക്ക് മനസ്സിലായത്, അവിടെ ഒരു ക്ഷേത്രം വരുന്നതിൽ അവിടെയുള്ള ഹിന്ദുക്കൾക്കോ അവിടെയുള്ള ഇസ്ലാം മതവിശ്വാസികൾക്കോ ഏതൊരു വിരോധവുമില്ല. അവർ ഒന്നാണ്. അപ്പോൾ അവരെ തമ്മിലടുപ്പിച്ചതോ അത് രാഷ്ട്രീയക്കാരൻ. രാമക്ഷേത്രത്തിന് വേണ്ടി അവർ മസ്ജിദിനെ അങ്ങോട്ട് മാറ്റിവെച്ചു കൊടുക്കാൻ തയ്യാറാണ്. നമ്മളെന്താ അറിയുന്നത്? ഇതൊന്നുമല്ല. അവിടുത്തെ മുസ്ലിങ്ങളുടെ ആ വാക്കുകൾ കേട്ടാൽ തന്നെ നമ്മൾ അത്ഭുതപ്പെടും. അവിടുത്തെ ഹിന്ദുക്കളും അവരും സഹോദരന്മാരായിട്ടാണ് ഈ തർക്കമന്ദിരം പൊളിക്കുമ്പോഴും അവർ ഒന്നായിരുന്നു. പക്ഷേ അതിൻ്റെ പേരിൽ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ എന്തെല്ലാം ബഹളമാണ് നടന്നത്. മറ്റു ഭാഗങ്ങളിലുള്ള ഹിന്ദുക്കളും അന്യമതസ്ഥരും തമ്മിൽ അടിപിടി, വെടിവയ്പ്പ്, ലഹള എന്തെല്ലാമാണ് നടന്നത്. അവിടെ അതൊന്നും നടന്നിട്ടില്ല. ഇതിൽ നിന്നും തന്നെ മനസ്സിലാകുന്നു, രാമന് നമ്മുടെ നാട്ടിലുള്ള എല്ലാ മതസ്ഥരും, അതായത് രാമനെ അറിയുന്ന എല്ലാ മതസ്ഥരും സർവോന്നതമായ ഒരു സ്ഥാനം കൊടുത്തിട്ടുണ്ട്. ഇനി ഉത്തര രാമചരിതത്തിൽ, അത് വാൽമീകി വിരചിതമല്ല, അതിൽ ആരുടെയോ ഭാവനയിൽ കണ്ടതാണ്. ഉത്തരരാമചരിതമല്ല, ഉത്തരകാണ്ഡം ആരുടെയോ ഭാവനയിൽ കണ്ടതാണ്. ആ ഭാവനയിൽ കണ്ട ആ ഉത്തരകാണ്ഡത്തിൽ രാമൻ പ്രജകൾക്ക് വേണ്ടി ഭാര്യയെ ഉപേക്ഷിക്കുന്നു. അത് അദ്ദേഹത്തിൻ്റെ ശ്രേഷ്ഠതയാണ് അതിൽ കാണുന്നത്. പ്രജാഹിതമായി ഭരണം നടത്തുക, പ്രജകൾ പറയുന്നതനുസരിച്ച്, ആഗ്രഹമനുസരിച്ച് ഭരണം നടത്തുക, അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ഈ പ്രജാഹിത ഭരണം നടത്തിയത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഭാരതത്തിൽ പരമോന്നതമായ ഒരു സ്ഥാനം കിട്ടാനും എല്ലാവരും അദ്ദേഹത്തെ ആദരിക്കാനും ഉണ്ടായ കാരണം. കാലങ്ങൾ പലത് കഴിഞ്ഞിട്ട്, അല്ലേ, ദശാബ്ദങ്ങൾ അല്ലെങ്കിൽ നൂറ്റാണ്ടുകൾ, പലത് സഹസ്രാബ്ദങ്ങൾ, നൂറ്റാണ്ടല്ല സഹസ്രാബ്ദങ്ങൾ പലത് കഴിഞ്ഞിട്ടും ഇന്നും അദ്ദേഹത്തെ നമ്മൾ ആദരിക്കാനുള്ള സാഹചര്യം. ഇനി രാമരാജ്യം എന്ന് പറയുമ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ പറയുന്നത് ഹിന്ദുവിൻ്റെ അടിസ്ഥാനത്തിൽ ഭരണം നടത്തുക എന്നാണ്. ഹിന്ദുവിൻ്റെ അടിസ്ഥാനത്തിൽ, ഹിന്ദു തത്വങ്ങളനുസരിച്ച് ഭരണം നടത്തുക. എന്നാൽ രാമരാജ്യം എന്ന് പറയുന്നത് നമ്മുടെ തുളസീദാസിൻ്റെ അഭിപ്രായത്തിൽ ഇതാണ്: 3 കാര്യങ്ങൾ, ദൈഹികമായും ദൈവികമായും ഭൗതികമായും ദുഃഖമില്ലാത്ത, ദുഃഖം സ്വപ്നത്തിൽ പോലുമില്ലാത്ത, ദേഹപരമായിട്ടും ഭൗതികപരമായിട്ടും ഒരു തരത്തിലുള്ള ദുഃഖമില്ലാത്ത രാജ്യം, ദുഃഖരഹിതമായ രാജ്യം. അതായത് നേരത്തെ പറഞ്ഞല്ലോ, പ്രജാഹിതം. അവൻ്റെ ആഗ്രഹം എന്താണ്? ആ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്ന, ആഗ്രഹം സാൻമാർഗികമാണെങ്കിൽ സാൻമാർഗികമായ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്ന ഒരു രാജ്യം. എല്ലാവരെയും തുല്യരായി കാണുക. അപ്പോൾ എല്ലാവരെയും തുല്യരായി കാണുമ്പോൾ വേറൊരു കാര്യമുണ്ട്, ഇവിടെ വേറെ രാഷ്ട്രീയക്കാരൻ ഉണ്ടാവില്ല, ഒരു രാഷ്ട്രീയക്കാരനും ഉണ്ടാവില്ല. അപ്പോൾ അവന് നിലനിൽപ്പില്ലാത്തൊരു രാജ്യമാണ്. അതുകൊണ്ടാണ് അവൻ അതിനെക്കുറിച്ച് കൂടുതൽ രാമരാജ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദുവിൻ്റെ രാജ്യമാണ്. അപ്പോൾ എല്ലാവരെയും തുല്യം എന്ന് പറയുമ്പോൾ ഒരൊറ്റ മതമേ ഇവിടെ ഉണ്ടാവൂ. ഒറ്റ മതമൊന്നല്ല, മതം ഉണ്ടാവില്ല, ജാതി ഉണ്ടാവില്ല, വർണ്ണഭേദം ഉണ്ടാവില്ല. എങ്ങനെ ഉണ്ടാവും? ഒറ്റ രാജ്യമല്ലേ, എല്ലാവരും തുല്യമായി കാണുകയല്ല. അപ്പോൾ ജാതി ഉണ്ടാവില്ല, മതം ഉണ്ടാവില്ല. ഈ ഭാരതത്തിലുള്ള ജനതയെല്ലാം ഒന്ന്. അങ്ങനെ ജാതിയും മതവും ആ ചിന്താഗതി പോലുമില്ലാത്ത ഒരു രാജ്യമാണ് രാമരാജ്യം എന്ന് പറയുന്നത്. ഇപ്പോൾ ഏതാണ്ട്
1.5 മണിക്കൂർ കഴിഞ്ഞിരിക്കും. ഇവിടെ തന്നെ ശ്രീ ബാലുജി ഒടുവിൽ ചോദിച്ച ഒരു ചോദ്യമുണ്ട്, രാമരാജ്യം എങ്ങനെയായിരിക്കും? അവിടെ ഞാൻ പറഞ്ഞ മറുപടി ജാതി രഹിതമായ, മതരഹിതമായ, വർഗരഹിതമായ, എല്ലാ പ്രജകൾക്കും തുല്യ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമാണ്. അവിടെ രാഷ്ട്രീയക്കാരനുണ്ടാകില്ല, വർണ്ണവെറികൾ പിടിച്ച വിഭാഗക്കാർ ഉണ്ടാവില്ല. അപ്പോൾ ഇതെല്ലാം തുല്യമായി കാണുന്ന ഒരു രാജ്യമാണ്. അപ്പം അങ്ങനെ ഒരു രാജ്യം വേണമെങ്കിൽ ശ്രീരാമൻ ഇനിയും അവതരിക്കണം എന്നാണ് എൻ്റെ മനസ്സിലുള്ളത്. കാരണം ശ്രീരാമൻ ഭരണം ഏറ്റെടുക്കുന്നതിന് മുമ്പ് രാജ്യത്തുള്ള അധമ ശക്തികളെ, രാക്ഷസീയ ശക്തികളെ, രാജ്യദ്രോഹികളെ എല്ലാം തിരഞ്ഞു പിടിച്ച് കൊന്നൊടുക്കിയിട്ടാണ് ഭരണം ഏറ്റെടുക്കുന്നത്. നമ്മുടെ രാജ്യത്ത് ഇന്ന് ഈ ശക്തികൾ ഉണ്ടോ ഇല്ലേ എന്ന് ഇത് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ ഈ ശ്രോതാക്കൾ ശ്രമിക്കണം. ഇന്ന് നമ്മുടെ രാജ്യത്ത് രാജ്യദ്രോഹികളുണ്ടോ, രാഷ്ട്രത്തിനെ ഒറ്റുകൊടുക്കുന്നവരുണ്ടോ, രാജ്യത്തെ നശിപ്പിക്കുന്നവരുണ്ടോ എന്ന് ഈ ശ്രോതാക്കൾ, ബഹുമാന്യരായ ശ്രോതാക്കൾ ചിന്തിക്കണം. അങ്ങനത്തെ രാജ്യദ്രോഹികളുണ്ടെങ്കിൽ, രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഛിദ്ര ശക്തികൾ നമ്മുടെ രാജ്യത്തുണ്ടെങ്കിൽ അവരെ നശിപ്പിക്കാൻ ശ്രീരാമൻ ഇനിയും ജനിക്കണം. ജനിച്ച് ആ രാജ്യദ്രോഹികളെ നശിപ്പിച്ച് നല്ല ഭരണം കാഴ്ചവെക്കുന്നതിന് വേണ്ടി ശ്രീരാമൻ ഭാരതത്തിൽ ഒന്നുകൂടെ ജനിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രാമായണ മാസത്തിൽ ഇവിടെ ഈ സത്സംഗം, ഇത് 2ാം ഭാഗമാണ്, ഈ സത്സംഗം ഇവിടെ സമാപിക്കുകയാണ്. ഒരു കാര്യം കൂടെ എനിക്ക് ശ്രോതാക്കളുടെ മുന്നിൽ പറയാനുണ്ട്. കഴിഞ്ഞ കുറേ കാലമായി രാമായണത്തെക്കുറിച്ച് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആശയങ്ങൾ, അത് ഏതാണ്ട് ഒരു 31 വർഷത്തെ പഴക്കമുണ്ടാകും. ഈ ആശയങ്ങൾ എൻ്റെ മനസ്സിൽ കഴിഞ്ഞ 31 വർഷങ്ങൾ കൊണ്ട് കിടന്ന് തിളയ്ക്കുന്നതാണ്. ഇതിലെ 1-2 ആശയം 1-2 വേദികളിൽ ഞാൻ പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇവിടെ ഇങ്ങനെ ഒരു ആശയം വളരെ ഇവിടെ ഇരിക്കുന്ന ശ്രോതാക്കളുടെ മുന്നിലും അതുപോലെ തന്നെ മീ മെഡിറ്റേഷൻ ചാനൽ കാണുന്ന ശ്രോതാക്കളുടെ മുന്നിലും കാഴ്ചവെക്കാൻ കഴിഞ്ഞത് വളരെ സന്തോഷമുണ്ട്. ഇതിനായി ഒരു അവസരം നൽകിയ അവധൂത് ഗുരുപ്രസാദ് ജിക്കും ഒപ്പം ഏറെക്കുറെ എളുപ്പമുള്ള ചോദ്യങ്ങളിലൂടെയും എന്നാൽ ചില കഠിനാത്മകമായ ചോദ്യങ്ങളിലൂടെയും എന്നെ മുന്നോട്ട് നടത്തിക്കൊണ്ടുപോയ, എന്നോടൊപ്പം സഹകരിച്ച ശ്രീ ബാലുജിക്കും 1000 നന്ദി അറിയിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾക്ക് വേണ്ടി കാതോർത്തുകൊണ്ടും നിർത്തുന്നു. നമസ്കാരം. ദശരഥാത്മജ ധനുജനാശന രാമചന്ദ്ര ദയാനിധേ. ദശരഥാത്മജ ധനുജനാശന രാമചന്ദ്ര ദയാനിധേ. ദേവകീസുത ദ്വാരകാധീപ വാസുദേവ കൃപാംബുധേ. ദേവകീസുത ദ്വാരകാധീപ വാസുദേവ കൃപാംബുധേ. സീതാരാം 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 സീതാരാം. രാധേശ്യാം രാധേശ്യാം രാധേശ്യാം
രാധേശ്യാം പരമപാവന ദുരിതവാരണ രാമചന്ദ്ര നമോസ്തുതേ പരമപാവന ദുരിതവാരണ രാമചന്ദ്ര നമോസ്തുതേ പതിതരക്ഷക ഭവവിനാശക വാസുദേവ നമോസ്തുതേ പതിതരക്ഷക ഭവവിനാശക വാസുദേവ നമോസ്തുതേ സീതാരാം 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 രാധേശ്യാം 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 രഘുകുലോത്തമ രമണ വിഗ്രഹ രാക്ഷസാന്തക പാഹി മാം രഘുകുലോത്തമ രമണ വിഗ്രഹ രാക്ഷസാന്തക പാഹി മാം യദുകുലോത്ഭവ യതി മനോലയ സാന്ദ്ര സുന്ദര പാഹി മാം യദുകുലോത്ഭവ യതി മനോലയ സാന്ദ്ര സുന്ദര പാഹി മാം സീതാരാം 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 രാധേശ്യാം 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 ഭുവനനായക പുനിതമാനസ രാമചന്ദ്ര മഹാപ്രഭോ ഭുവനനായക പുനിതമാനസ രാമചന്ദ്ര മഹാപ്രഭോ മൃതിഭയാന്തക കലിമലാപഹ വാസുദേവ നമോ നമഃ മൃതിഭയാന്തക കലിമലാപഹ വാസുദേവ നമോ നമഃ സീതാരാം 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 രാധേശ്യാം 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 സീതാരാം 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 രാധേശ്യാം 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 രാധേശ്യാം